ആ സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങ് തങ്ങൾ സ്വർഗത്തിൽ കടന്നതിന് ശേഷമേ മറ്റുള്ള പ്രവാചകന്മാർക്ക് സ്വർഗപ്രവേശനം അല്ലാഹു അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് തങ്ങൾ തന്നെയാണ് ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നത്. അതിനുശേഷം മാത്രമാണ് മറ്റുള്ള പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗപ്രവേശനം നൽകുകയുള്ളൂ. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങ് തങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വേറൊരു ഓഫർ കൂടിയുണ്ട്. മറ്റൊന്നുമല്ല നബിയേ, അങ്ങയുടെ സമുദായം നബിയേ, അങ്ങയുടെ സമുദായം, ആ സമുദായമാണ് ആദ്യമായി സ്വർഗത്തിൽ കിടക്കുന്നത്. ഏത് സമുദായം? ആവറേജ് ആമാറു ഉമ്മത്തി മാ ബൈന 60 വ 70, 60ന്റെയും 70ന്റെയും ഇടയിൽ മാത്രമാണ് ആവറേജ് ഏജ് ഈ സമുദായത്തിനെന്ന് മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ സമുദായം 60 വയസ്സാണ് നമുക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ 70 വയസ്സാണ് അല്ലാഹു നിശ്ചയിച്ചതെങ്കിൽ 60 വയസ്സുള്ള ഒരു മനുഷ്യന് കേവലം 2 ലക്ഷം മണിക്കൂർ മാത്രം ഈ ഭൂമികയിൽ ജീവിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 60 വയസ്സുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കേവലം 15 കൊല്ലം ബാല്യകാലവുമായി ആ നിലയ്ക്ക് അവൻ ചെലവഴിച്ചു. മാത്രമല്ല 60 കൊല്ലം ജീവിക്കുന്ന ഒരു മനുഷ്യൻ വൈദ്യശാസ്ത്രപരമായി അവനെ സംബന്ധിച്ചുള്ള അവന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു പഠനം നടത്തുമ്പോ, ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ 20 കൊല്ലം 8 മണിക്കൂർ വെച്ച് 20 കൊല്ലം അവൻ 60 വയസ്സിന്റെ ഇടയിൽ ഉറങ്ങിയിരിക്കണം. 20 കൊല്ലം ഉറങ്ങണം. 15 കൊല്ലം ബാല്യകാലമായി കഴിഞ്ഞു. അപ്പൊ എത്രയായി? 35. ഈ 35ൽ നിന്ന് ബാക്കിയുള്ളത് 25. ആ 25ൽ ഒരു 10 കൊല്ലം മാത്രമേ യുവത്വത്തിൻ്റെതായിട്ടുള്ളൂ. ബാക്കി 15, 45 ശേഷം 60 വരെയുള്ള 15 കൊല്ലം ഷുഗറിന്റെയും പ്രഷറിന്റെയും ഒരുപടി രോഗങ്ങളുടെയും പീഡകളുമായി കഴിഞ്ഞുകൂടുന്ന മനുഷ്യനവന്റെ ജീവിതത്തിൽ ആകെയുള്ളത് 10 കൊല്ലമാണ്. ആ 10 കൊല്ലത്തിന് വേണ്ടിയാണ് ജീവിതത്തിന്റെ ഒരു പച്ചപ്പിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതിന് വേണ്ടി പകലെന്നെ അധ്വാനിക്കുന്നത്. ഇതിന്റെ ഇടയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര കാലമാണ് ഈ സമുദായത്തിന് ഇബാദത്ത് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത്? ഒരു ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1440 മിനിറ്റ് നമുക്ക് നൽകി. ഈ 1440 മിനിറ്റ് നൽകിയതിൽ 25 മിനിറ്റ് മാത്രമാണ് അല്ലാഹു നിർബന്ധമായും നമ്മോട് ചോദിച്ചു വാങ്ങിയത്. ആ 25 മിനിറ്റ് 5 വക്ത് നിസ്കാരത്തിനായിരുന്നിട്ട് കൂടി ആ 25 മിനിറ്റ് ചെലവഴിക്കാൻ നമ്മളിൽ പലർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോ അത്രത്തോളം ഇബാദത്ത് കൊണ്ട് പിന്നിൽ നിൽക്കുന്ന ഒരു സമുദായത്തിന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, ആദ്യമായി നബിയേ, തങ്ങളുടെ സമുദായം എന്ന നിലയ്ക്ക് ആദ്യമായി സ്വർഗത്തിൽ കടന്നതിന് ശേഷമല്ലാതെ നൂഹ് നബി അലൈഹിസ്സലാം അടക്കം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കമുള്ള 1,24,000-ൽ പരം പ്രവാചക പരിശ്രേഷ്ഠന്മാരുടെ അനുയായികൾക്ക് സ്വർഗപ്രവേശം നിഷിദ്ധമാണ് നബിയേ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആരാധനയിൽ പിന്നോക്കം പോയിട്ടും ആയുസ് കുറഞ്ഞിട്ടും എല്ലാ നിലയിലും മുൻകാല സമുദായത്തിനോട് കിടപിടിക്കാനുള്ള സാഹചര്യം ഇല്ലാഞ്ഞിട്ടും ഈ സമുദായത്തിന് ഖൈറു ഉമ്മത്തി എന്ന ടൈറ്റിൽ നൽകിയിട്ട് ഈ സമുദായം ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നതിന്റെ പിന്നിലെ കാരണക്കാരനാരാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഒരൊറ്റ ഭാഗ്യമാണ് അല്ലാഹു. കോടിക്കണക്കിന് രൂപകൾ സമ്പാദ്യമായി ഉണ്ടാകുന്നതിനേക്കാൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം ഈ ഹബീബിന്റെ ഉമ്മത്താകാൻ കഴിഞ്ഞു എന്നതാണ്. ഏത് ഹബീബ്? ഏത് ഹബീബിന്റെ പ്രിയപ്പെട്ടവരെ?
മഹാനായ ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അശ്ശിഫാ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന വിശ്വപ്രസിദ്ധമായ അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഈ ലോകത്തോട് വിട പറയാൻ പോകുന്ന സമയത്ത് വിട പറയുന്നതിന്റെ 2 ദിനങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ ജഗൽ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ ഈ സമുദായത്തിന് വേണ്ടി അതേ നിലകൊള്ളുന്ന രംഗങ്ങൾ മഹാനായ ഇമാം ഖാദി ഇയാദ് അവിടുത്തെ അശ്ഫയിൽ കൊണ്ടുവരികയാണ്. അവിടുന്ന് പറയുകയാണ്, ലവദിത്തു അന്നീ ലൗ റഅയ്തു ഇഖ്വാനി. അല്ലാഹുവേ എന്റെ സഹോദരന്മാരെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നല്ല നാഥ എന്ന് പറഞ്ഞ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ധാരധാരയായി ഒഴുകുമ്പോ അവിടുത്തെ പ്രിയങ്കരരായ സഹാബത്ത് ചൊല്ലുകയാണ്, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയേ അങ്ങ് കരയുന്നത്? യാ റസൂലല്ലാഹ്, അങ്ങെന്തിനാണ് ഖിന്നരാകുന്നത്? അങ്ങെന്തിനാ ദുഃഖിതനാകുന്നത്? അങ്ങെന്തിനാ വിഷമിക്കുന്നത്? യാ റസൂലല്ലാഹ്, അനുയായികളായി അങ്ങയോടൊപ്പം ജീവിച്ച് അങ്ങേക്ക് വേണ്ടി ജീവൻ വേണോ, രക്തം വേണോ, അങ്ങേക്ക് വേണ്ടി സകലതും തരാൻ തയ്യാറായ അനുയായികളായ ഞങ്ങളുണ്ടാകുമ്പോ നബിയേ അങ്ങ് ഖിന്നനാകണോ? നബിയേ അങ്ങ് വേദനിക്കണോ? നബിയേ അങ്ങ് പ്രയാസപ്പെടണോ? നബിയേ അങ്ങ് വിഷമിക്കണോ? റസൂലേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, സഹാബാ, ഞാൻ കരയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണാനാ. അപ്പോഴാണ് സഹാബത്ത് പറയാണ്, അവലസ്താ ഇഖ്വാനുക യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരന്മാർ, ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരന്മാർ, പിന്നെന്തിനങ്ങ് കരയണം നബിയേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, എന്റെ ചെറുപ്പക്കാരെ, ഭൗതിക ലോകത്ത് ഭൗതികതയുടെ പളപളപ്പിൽ ഭ്രമിച്ച് ഭൗതികമത്തരായി ജീവിതം നയിക്കുമ്പോ ഹബീബിനെ മറക്കുന്ന ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരന്റെ ശബ്ദം കേൾക്കുന്നു. ന്യൂ ജനറേഷനിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് കേൾക്കുന്നു. 14 മുമ്പ് നമ്മളെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് വഫാത്തിന്റെ 2 ദിവസത്തിന് മുമ്പ് മദീന പള്ളിയിലിരുന്ന് കരഞ്ഞുപോയ ഹബീബി മുഹമ്മദുർ റസൂൽ, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, സഹാബാ ലസ്തും ബിഇഖ്വാനി വലാകിന്നകും അസ്ഹാബി, നിങ്ങൾ എന്റെ സഹോദരന്മാരല്ല, നിങ്ങൾ എന്റെ അനുചരന്മാരാ. എന്റെ സഹോദരന്മാരെന്ന് പറയുന്നത് ആരെന്നറിയോ? പിൽക്കാലത്ത് എനിക്ക് ശേഷം വരാനിരിക്കുന്നവരാ. അവരെ കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. അവരെന്നെ കണ്ടവരല്ല, എന്നെ കണ്ടവരല്ല. പിൽക്കാലത്ത് വരാനിരിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ പ്രണയിച്ച, എന്നെ പ്രേമിച്ച, എന്നെ പ്രാപിച്ച, എനിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച, എന്നെ ഒന്ന് കാണാൻ വേണ്ടി ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കായി ജീവിതം ഒഴിഞ്ഞു വെച്ച പിൽക്കാല സമുദായമാണ് ചൊക്ലി പ്രദേശത്ത് ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെ കാണാനാണ് 14 മുമ്പ് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി
വസല്ലമ തങ്ങള് എന്നെയും നിങ്ങളെയും കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്ന നിമിഷത്തിന്റെ 2 ദിനങ്ങൾക്ക് മുമ്പ് മദീന പള്ളിയിൽ നിന്ന് കരഞ്ഞതെന്നെ കാണാനാണെങ്കിൽ, നിങ്ങളെ കാണാനാണെങ്കിൽ ആ ഹബീബിനോട് എനിക്ക് വല്ല ബന്ധവുമുണ്ടോ? ആ ഹബീബിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ സഹോദരങ്ങളെ? ഇന്ന് നേരം വെളുത്ത് ഇത്രയും സമയത്തിന്റെ ഇടയില് ഹബീബിന്റെ അനുയായികളല്ലയോ നമ്മള് ഖൈറു ഉമ്മത്തിന്റെ ഗണത്തിൽപ്പെടുത്തി എന്നതിന് പകരം പ്രത്യുപകാരം ചെയ്യാൻ ബാധ്യസ്ഥരല്ലയോ ഞാനും നിങ്ങളും? പക്ഷേ ആ ഉമ്മത്തിന്റെ ഗണത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി നമുക്ക് നേതാവായി നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച, നമുക്ക് വേണ്ടി നിലകൊണ്ട, എല്ലാ സമയങ്ങളിലും നമ്മുടെ വിഷയത്തിൽ അതീവ ശ്രദ്ധാലുവായ മുസ്തഫ 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 സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങള്, ആ പ്രവാചക പരശ്രേഷ്ഠർ നമുക്ക് വേണ്ടി കരയുമ്പോ ആരാണ് ഈ ഹബീബെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ആരാ നമ്മുടെ ഹബീബ്, നമ്മുടെ നേതാവ് ആരാ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. പഴയ കാലത്തെ വാദിന്റെ ശരിയാ, ഇടയ്ക്കൊക്കെ അങ്ങനെ ഒന്നും ഉണ്ടാവണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കെ ഒന്ന് പറഞ്ഞേ, ഖാല അല്ലാഹു അസ്സ വജൽ. ആരാണ് നമ്മുടെ ഹബീബെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെ വന്ന ഒരു ദൈവദൂതൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ വന്ന, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വന്ന നിങ്ങൾക്കുള്ള ഒരു ദൂതനാണ്. എന്താണ് ആ ദൂതന്റെ പ്രത്യേകത എന്നറിയുമോ? ഹരീസുൻ അലൈക്കും, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളുടെ വിഷയത്തിൽ അതീവ ശ്രദ്ധാലുവാണ് ഈ മുസ്തഫ. നിങ്ങൾ ദുഃഖിക്കുമ്പോൾ നിങ്ങളുടെ ദുഃഖത്തോടൊപ്പം ദുഃഖിക്കുന്ന ഹബീബ്, നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്ന ഈ ഹബീബ്. ലോകത്ത് ഒരുപാട് നേതാക്കളുണ്ട്. പക്ഷേ നമുക്കെന്തെങ്കിലും സന്തോഷകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ നമ്മോടൊപ്പം ഉണ്ടാകും. എന്റെ കയ്യിൽ 10 പണം ഉണ്ടായാൽ 10 കൂട്ടുകാരധികം ഉണ്ടാകും. 10 നേതാക്കൾക്ക് എന്നെ അധികമായി വേണ്ടി വരും. പക്ഷേ ഞാനൊന്ന് സാമ്പത്തികമായി ഒന്ന് പിന്നോക്കം പോയാലോ കൂട്ടുകാരും ഉണ്ടാവില്ല, നാട്ടുകാരും ഉണ്ടാവില്ല, വീട്ടുകാരും ഉണ്ടാവില്ല. ഇവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന. മുഅ്മിനീങ്ങളുടെ വിഷയത്തിൽ അവർ ദുഃഖിക്കുമ്പോൾ ദുഃഖിക്കുന്ന നബി, അവർ സന്തോഷിക്കുമ്പോൾ സന്തോഷിക്കുന്ന നബി, അവരുടെ വിഷയത്തിൽ അതീവ ശ്രദ്ധാലുവായ നബി. മാത്രമല്ല റഊഫുർ റഹീം, റഊഫാണ് ഈ നബി, ദയാപരനാണ് ഈ നബി, കാരുണ്യവാനാണ് ഈ നബി, കാരുണ്യത്തിന്റെ അമൃതാണ് ഈ നബി. ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ ശിഫയിൽ പറയുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് വേണ്ടി വിശേഷപ്പെട്ട 2 വിശേഷണമാണ് റഊഫ് റഹീം എന്നത്. അല്ലാഹുവിനുള്ള വിശേഷണമാണ് റഊഫ് റഹീം. ദയാലുവാവുക, കരുണാമയനാവുക എന്ന ഈ 2 വിശേഷണം അല്ലാഹുവിനുള്ളതാണ്. ഈ 2 വിശേഷണമാണ് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നൽകിയത്. ഈ 2 വിശേഷണം അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ അല്ലാഹു ഹബീബിന് മാത്രം നൽകി. മറ്റൊറ്റ പ്രവാചകർക്കും ഈ വിശേഷണം നൽകിയിട്ടില്ല. ഈ വിശേഷണം ഹബീബിന് നൽകി. എന്തിന്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തിന് ദയാലുവായി നിലകൊള്ളണം, കരുണാമയനായി നിലകൊള്ളണം. അതുകൊണ്ട് ആ നിലക്ക് ഈ സമുദായത്തിന്റെ സകലമാന വിഷയങ്ങളിലും അവർ അഭിമുഖീകരിക്കുന്ന സകലമാന സമസ്യകളിലും എല്ലാ വിഷയങ്ങളിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവരോടൊപ്പമുണ്ട്. അതുകൊണ്ടാണ്
അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് സഹാബികൾ വരുമായിരുന്നു. എങ്ങനെയാണ്? അവരുടെ സകലമാന വിഷയങ്ങളിലും, ഭൗതിക വിഷയമാണെങ്കിലും അഭൗതിക വിഷയമാണെങ്കിലും സകല വിഷയങ്ങളിലും കടന്ന് നട്ടം തിരിയുന്ന സഹാബത്ത് അവർ പറയാറുണ്ടായിരുന്നു, വലൈസ ലനാ ഇല്ലാ ഇലൈകാ ഫിറാറുനാ വഅൈനാ ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ കരുതിക്കൊണ്ടവർ വരികയാണ്. ഒരു സഹാബി വരികയാണ്, യാ റസൂലല്ലാഹ്, കണ്ണിന് കാഴ്ചയില്ല നബിയേ, ഭൗതിക വിഷയമാണ്. ആ സഹാബിക്കറിയാം ഈ വിഷയത്തിന് പരിഹാരം ഹബീബിൽ നിന്നുണ്ടാകുമെന്ന്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറയുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ ആ സഹാബിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഹബീബിനടുക്കലേക്ക് ഹബീബിനെ ലക്ഷ്യം വെച്ച് വന്ന സഹാബി കണ്ണിന്റെ കാഴ്ച പൂർവ്വസ്ഥിതിയിലാകാൻ ആഗ്രഹിച്ച സഹാബിക്ക് ആ കണ്ണിന്റെ കാഴ്ച പൂർവ്വസ്ഥിതിയിലാക്കി കൊടുത്തുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വിഷയത്തിൽ അതേ പരിഹാരം കാണുകയാണ്. വേറൊരു സഹാബി കടന്നു വരികയാണ്. ആരാണ് ആ സഹാബി എന്നറിയോ? സഅദ് സൽമിയാണ്. സഅദ് സൽമിക്ക് പറയാനുള്ളത്, ഇന്ന് പല ഉസ്താദുമാർ അടുക്കലേക്ക് വരുമ്പോ പല ചെറുപ്പക്കാരും വരാറുണ്ട്, പല ഉമ്മമാരും പ്രത്യേക ദുആ വസിയത്ത് ചെയ്ത് കത്ത് കൊടുത്ത് വിടാറുണ്ട്. ഉസ്താദേ, മകനിക്ക് കല്യാണം നടക്കുന്നില്ല, മകൾക്ക് കല്യാണം നടക്കുന്നില്ല, ഒന്ന് ദുആ ചെയ്യണേ എന്ന് വേദനയോടെ വിറവാറുന്ന മനസ്സോടെ പ്രത്യേകം ദുആ കൊണ്ടുണർത്താറുണ്ട്. ഈ മജ്ലിസിലും വന്നപ്പോ ആ ഇനത്തിൽ പറയാൻ ആഗ്രഹിച്ചവരുണ്ടാകും, പറഞ്ഞവരുണ്ടാകും. എന്നാലോ ഞാൻ പറയട്ടെ, ഭൗതിക വിഷയത്തിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ കരുതിക്കൊണ്ട് കടന്നു വരികയാണ്. സഅദ് സൽമി വരികയാണ്, യാ റസൂലല്ലാഹ്, ഞാനൊരു അവിവാഹിതനാണ് നബിയേ, ഞാനൊരു അവിവാഹിതനാണ്. അതുകൊണ്ട് എനിക്ക് നാളുകളേറെയായി കല്യാണം കഴിക്കണമെന്ന ആഗ്രഹവുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്. ആരും ഒരു പെണ്ണ് കെട്ടിച്ചു തരാൻ തയ്യാറാകാത്തതിന്റെ പിന്നിലെ കാരണം എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, ഞാനൊരു വിരൂപനാണ് നബിയേ, ഞാനൊരു വിരൂപനാണ്. സൗന്ദര്യമില്ലാത്ത, കാണാൻ മെഞ്ചുള്ളവനല്ല, മുഞ്ചുള്ളവനല്ല, വിരൂപിയാണ്, വൈരൂപ്യമുള്ളവനാണ്. അതുകൊണ്ട് റസൂലേ, ഈ മക്കയിലെ ഒരു പെൺകുട്ടിയും എന്റെ ഭാര്യയായിരിക്കാൻ ഇഷ്ടപ്പെടാത്തത് എന്റെ വിരൂപം, എന്റെ വൈരൂപ്യം കൊണ്ടാണെങ്കിൽ അതിനൊരു പരിഹാരം കാണുമോ റസൂലേ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് ഓടി വരുന്ന സഹാബിയോട് സാന്ത്വനത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് മുഹമ്മദുർ റസൂല് പറയാണ്, അല്ല പ്രിയപ്പെട്ട സഹാബി, നീ വിഷമിക്കണ്ട സഅദേ, നീ വിഷമിക്കണ്ട സഅദേ. ഈ മദീനയിലെ ഏറ്റവും വലിയ അറിയപ്പെട്ട ധനാഢ്യനായ, ഏറ്റവും വലിയ സൗന്ദര്യധാമമായ പെൺകുട്ടിയുടെ പിതാവായ അംർ ബിൻ വഹബിന്റെ അടുക്കലേക്ക് പോകണേ, അംർ ബിൻ വഹബിന്റെ അടുക്കലേക്ക് പോകണേ. ഈ മുഹമ്മദ് പറഞ്ഞു എന്ന് പറയണേ. എന്താണെന്ന് അറിയുമോ? അംർ ബിൻ വഹബിന്റെ കുലീനയായ, സൗന്ദര്യവതിയായ, കാണാൻ മഞ്ചുള്ള മദീനയിലെ ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് പിതാക്കന്മാർ സ്വന്തം മകൾക്ക്, സ്വന്തം മകനിക്ക് ഭാര്യയായി അംർ ബിൻ വഹബിന്റെ പുന്നാര മകളെ ലഭിക്കുമോ എന്ന് ആഗ്രഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ്. ഒരുപാട് ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ അഭിലാഷമാണ് അംർ ബിൻ വഹബിന്റെ പുന്നാര മകളെ തന്റെ വധുവായി ലഭിക്കുമോ എന്ന്. ആ നിലയ്ക്ക് സൗന്ദര്യധാമമായ അംർ ബിൻ വഹബിന്റെ പുന്നാര മകളെ
നിനക്ക് കെട്ടിച്ചു തരാൻ പറയണേ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് ആ സയ്യിദ് സഅദ് സൽമി പറയുമ്പോൾ സന്തോഷം മണപൊട്ടുകയാണ്. ആഹ്ലാദം മല്ലജങ്ങളെ പോലെ ആ മനസ്സിനെ വല്ലാതെ മതിക്കുകയാണ്. പോവുകയാണ് അംർ ബിൻ വഹബിന്റേതായ ചാരത്തേക്ക് പോവുകയാണ്. പോകുന്നു ആ വീട്ടിന്റെ വാതിൽക്കൽ നിന്ന് ഉമ്മറത്ത് നിന്നുകൊണ്ട് അംർ ബിൻ വഹബിന്റെ വാതിൽക്കൽ മുട്ടുമ്പോ അംർ ബിൻ വഹബ് എന്ന ധനാഢ്യൻ സൗന്ദര്യവതിയുടെ പ്രിയപ്പെട്ട പിതാവ് കടന്നു വരുന്ന വഴിയിലെ സഅദ് സൽമി ആവേശം കൊണ്ടങ്ങ് പറഞ്ഞു പോയി, അല്ല അംർ ബിൻ വഹബേ, നിങ്ങളുടെ മകളെ ഒന്ന് കെട്ടിച്ചു തരുമോ? ആവേശമാണ്. ഒരുപാട് ചെറുപ്പക്കാരുടെ മോഹന സുന്ദര സ്വപ്നമായി പൂവലിയാത്ത സ്വപ്നമായി നിൽക്കുമ്പോഴാണ് വിരൂപനായ സഅദ് സൽമി ചെന്നിട്ട് വാതിൽക്കൽ മുട്ടുകയാണ്. ആവേശത്തോടെ ചോദിക്കുകയാണ്, അംർ ബിൻ വഹബേ, നിങ്ങളുടെ മകളെ ഒന്ന് കെട്ടിച്ചു തരുമോ? ഏത് പിതാവിനാ ദേഷ്യമുള്ള? അദ്ദേഹത്തിന്റെ ഒരു ആവേശം. കാരണം സൗന്ദര്യവതിയായ ഒരു പെൺകുട്ടിയെ അത് ഹബീബ് കെട്ടിച്ചേരാൻ പറഞ്ഞ ഏതായാലും അംർ ബിൻ വഹബ് കെട്ടിച്ചേരുമെന്ന് ഉറപ്പാണ്. പരിസരം അങ്ങോട്ട് മറന്ന് കഥകിനങ്ങോട്ട് മുട്ടി അംർ ബിൻ വഹബിനെ കണ്ടു, മകളെ ഞോട്ടിച്ചേരുവോ? എന്താടാ നീ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട മകൾ ഈ വിരൂപനായ നിനക്കോ നാണയില്ലടോ നിനക്കിത് പറയാൻ? എടുത്തടിച്ച മറുപടി അങ്ങോട്ട് കേൾക്കുമ്പോ സഅദ് സൽമിയുടെ സുന്ദര മോഹങ്ങളുടെ ആ മോഹക്കൊട്ടാരം അവിടെ അതാ തകർന്നു വീഴുകയാണ്. പൊടുവടാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹളറത്തി റസൂലുള്ളാഹിന്റെ തിരുസവിധത്തിലേക്ക് മഹാനായ സഅദ് സൽമി ഏങ്ങലടിച്ച് വിങ്ങിയ മനസ്സോടെ പടപടക്കുന്ന കൽബോടെ ഹബീബിനെ കരുതിക്കൊണ്ടങ്ങോട്ട് പോകുമ്പോ വീട്ടിന്റെ അകത്തളത്തിരുന്ന് സൗന്ദര്യ റാണി മഹദിയായ അംർ ബിൻ വഹബിന്റെ പുന്നാര മകള് ഈ രംഗം വീക്ഷിക്കുകയാണ്. വാപ്പാനെ വിളിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട വാപ്പാ. വാതിൽക്കൽ മുട്ടിയതാരാ വാപ്പാ? വിരൂപനായ സഅദ് സൽമിയല്ലേ വാപ്പാ? അങ്ങയുടെ ഉമ്മറത്തേക്ക് സഅദ് സൽമിയെ പറഞ്ഞു വിട്ടത് ആരാണെന്നറിയുമോ വാപ്പാ? ലൗലാക ലമ ഖലഖതുൽ അഫ്ലാഖ്. ഓ നബിയേ, തങ്ങളെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ബ്രഹ്മകടാഹത്തെ ഒന്നടങ്കം നാം സൃഷ്ടിക്കുമായിരുന്നില്ല. ഈ ലോകത്തെ സകലമാന സർവചരാചരങ്ങളെയും സർവമാന സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിക്കുന്നതിന്റെ പിന്നിലെ കാരണക്കാരൻ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളെ സൃഷ്ടിച്ചതുകൊണ്ടാണെന്ന് പ്രപഞ്ചാധിനാഥനായ അല്ലാഹു പറഞ്ഞതാണ്. ആ നാഥന്റെ പ്രിയപ്പെട്ട റസൂലല്ലേ, പ്രിയപ്പെട്ട പിതാവേ, അങ്ങയുടെ അടുക്കലേക്ക് സഅദ് സൽമിയുടെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അത് ആലോചിക്കേണ്ടതായിരുന്നില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പോകണേ ഇലാ ഹദറത്ത് റസൂലില്ലാഹ്. ഈ ഒരു ചരിത്രം പറയുന്നതിൽ ഒരുപാട് പാഠമുണ്ട്. ഇൻഷാ അല്ലാഹ് ആ പാഠങ്ങളിലൂടെ കടക്കാൻ വേണ്ടിയാ എന്താ ഇങ്ങനെ ഒരു ചരിത്രം പറഞ്ഞെന്ന് ചിലർക്ക് ചോദ്യം ഉണ്ടാവും. മുത്തുനബിയുടെ കരുതല, അതിൽ ഒരുപാട് പാഠങ്ങളുണ്ടാവും. ആ സഅദ് സൽമി റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് പോയിരിക്കുകയാണ്. മകളകത്തളത്ത് നിന്ന് പിതാവിന്റെ മനസ്സകങ്ങളെ പിടിച്ചുലച്ചുകൊണ്ട്, വാപ്പാ, ആരാണ് സഅദ് സൽമിയെ പറഞ്ഞു വിട്ടത്? മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളല്ലയോ വാപ്പാ? അതുകൊണ്ട് വാപ്പാ പോകണേ, റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് പോകണേ. ഈ മകളാകുന്ന സൗന്ദര്യ റാണിയായ ഞാന് ഈ നാട്ടിലെ അറിയപ്പെട്ട കൊടിയ
കുലീന കുടുംബത്തിലെ പ്രമാണിയുടെ പ്രിയപ്പെട്ട മകളായ സൗന്ദര്യധാമമായ ഞാന് ഏറ്റവും വലിയ വിരൂപിയായ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിശ്ചയിച്ചു തന്ന ഭാരനാകാൻ ഹബീബ് ആഗ്രഹം പ്രകടിപ്പിച്ച ആ സഅദ് സൽമിയുടെ പ്രിയപ്പെട്ട വധുവായിരിക്കാൻ, ആ സഅദ് സൽമിയുടെ ഭാര്യയാകാൻ ഞാനതാ തയ്യാറായി വാപ്പാ. ഭൗതികത നമുക്ക് ലക്ഷ്യമല്ല വാപ്പാ, നമുക്ക് ലക്ഷ്യം മുഹമ്മദുൻ 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 റസൂലുള്ളാഹ്. കേൾക്കേണ്ട താമസം അംർ ഇബ്നു വഹബിന്റെ മനസ്സകങ്ങളെ പടപടക്കുക, മനസ്സകങ്ങളിൽ ഇടിനാഥം മുഴങ്ങുകയാണ്. രാധാ റസൂലുള്ളയാണല്ലോ പറഞ്ഞു വിട്ടത്. ഒരു നേരത്തെ വികാര വിക്ഷോഭത്തിൽ ഞാനത് പറഞ്ഞു പോയെങ്കിലും എന്റെ മകൾക്ക് വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് ഹബീബാണല്ലോ സെലക്ഷൻ ചെയ്തത്. ആ ഹബീബിന്റെ സെലക്ഷനെയാണോ ഞാൻ നിരാകരിച്ചത്? ഇല്ല ഇല്ല, ആ ഹബീബിന്റെ ഇംഗിതം തന്നെയാ ഇലാ ഹദറത്ത് റസൂലില്ലാഹ്. സഅദ് സൽമി വന്ന് പ്രവാചകരുടെ തിരുസവിധത്തിൽ ദുഃഖാർത്തനായി നിൽക്കുമ്പോ അംർ ഇബ്നു വഹബ് ഓടി വരികയാ. യാ റസൂലല്ലാഹ്, ക്ഷമിക്കണേ നബിയേ. ആ സമയത്തുള്ള വികാര വിക്ഷോഭത്തിൽ സഅദ് സൽമിയോട് ഞാൻ വളരെ പരുക്കൻ ശൈലിയിൽ സംസാരിച്ചു. നബിയേ, എന്റെ പ്രിയപ്പെട്ട മകളെ, മദീനയിലെ അറിയപ്പെട്ട സൗന്ദര്യവതിയായ എന്റെ പുന്നാര മകളെ, ഹബീബിന്റെ ഇംഗിതത്തിന് വഴങ്ങി ഹബീബിന്റെ സെലക്ഷനെ സർവാത്മാനാ സ്വീകരിച്ചുകൊണ്ട് എന്റെ പുന്നാര മകളെ സഅദ് സൽമിക്ക് ഞാൻ വിവാഹം ചെയ്തു കൊടുക്കാൻ തയ്യാറാ നബിയേ, തയ്യാറാ നബിയേ, തയ്യാറാ നബിയേ. ഈ ഒറ്റ സംഭവത്തിൽ നിന്ന് വലിയൊരു പാഠം, ഒന്നാമത്തെ പാഠം, ഇന്ന് കൂട് വിട്ടിറങ്ങുന്ന പെൺകുട്ടികൾ ഒന്നാമതായി ചിന്തിക്കണം, ആരെ വിട്ടിട്ടാണ് ഈ കൂട് വിട്ടിറങ്ങി ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞ്. പ്രിയപ്പെട്ടവരെ, താൽക്കാലിക ടെമ്പററി ജീവിതത്തിൽ കേവലം അങ്ങേയറ്റം പോയാൽ 60 വയസ്സ് വരെ ജീവിക്കുന്ന, മണിക്കൂർ അടിസ്ഥാനത്തിൽ കാൽക്കുലേഷൻ ചെയ്താൽ 2 ലക്ഷം മണിക്കൂർ മാത്രം ജീവിക്കുന്നു. 60 വയസ്സുള്ള ഒരാൾ എത്ര കൊല്ലം ജീവിക്കുക? 2 ലക്ഷം മണിക്കൂർ. അങ്ങേ അറ്റം പോയ 22,000 ദിവസം. 60 വയസ്സുള്ള ഒരു മനുഷ്യന്റെ ആയുസ് അത്രേ ഉള്ളൂ. അതിനു വേണ്ടിയാണ് കൂട് വിട്ടിറങ്ങിപ്പോയത്. താൽക്കാലിക സുഖങ്ങളുടെ മേച്ചിൽപ്പുറങ്ങൾ തേടി പരിശുദ്ധ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് തറവാടിത്തത്തിന് പോലും നിരക്കാത്ത തരത്തിൽ ഇസ്ലാമികമായ ആ മൂല്യങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് പരിശുദ്ധ ഹബീബിനെ വേദനിപ്പിച്ചുകൊണ്ട് കൂട് വിട്ടിറങ്ങുന്ന പെൺകുട്ടികൾ ചിന്തിക്കുന്നുണ്ടോ? ആരെയാ പൊന്നുമോളെ നീ വലിച്ചെറിഞ്ഞത്? മുഹമ്മദ് റസൂലുള്ളാഹിനെ. സ്വന്തം ഉമ്മയല്ല വലിച്ചെറിഞ്ഞത്, വാപ്പയല്ല വലിച്ചെറിഞ്ഞത്, നിന്നെ നീയാക്കിയ, നിനക്ക് ജീവിതം നൽകിയ, നിനക്ക് ഏറ്റവും വലിയൊരു സംസ്കാരം പഠിപ്പിച്ച, ഏറ്റവും വലിയ ഒരു പ്രമാണം നിന്റെ മുമ്പിൽ അവതരിപ്പിച്ചതെന്ന് ലോകത്ത് വിശ്വോത്തര ഗ്രന്ഥം നിന്റെ മുമ്പിൽ സമ്മാനിച്ച, ലോകത്തിന്റെ ഓരോ കുത്തൊഴുക്കിലും അടിപതറാതെ നിന്നെ മുന്നോട്ട് നയിക്കാൻ മാത്രം പോന്ന ഏറ്റവും വലിയ സംസ്കാര സമുച്ചയമായ ആ പരിശുദ്ധമായ മതത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഏറ്റവും വലിയ അധമത്വത്തിന്റെയും ഏറ്റവും വലിയ അരാജകത്വത്തിന്റെയും ഏറ്റവും വലിയ അധപ്പതനത്തിന്റെയും ഏറ്റവും വലിയ അധപ്പതനത്തിന്റെ വഴിയിലേക്കാണ് പൊന്നുമോളെ കുത്തനെ നീ ഇറങ്ങുന്നത്. ഇവിടെ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ആ സെലക്ഷനെ ഏറ്റവും വലിയ സൗന്ദര്യമുണ്ടായിട്ട് കൂടി ആ പെൺകുട്ടി സ്വീകരിക്കാൻ കാരണം, ഞാൻ വിവാഹം ചെയ്യുമ്പോ ആ വിവാഹത്തിലൂടെ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് മുത്തുനബിയുടെ തൃപ്തിയായിരിക്കണം എന്ന് ആ പെൺകുട്ടി തീരുമാനിച്ചു. ഒരൊറ്റ ആളും വിവാഹം ചെയ്തു നോക്കാൻ തയ്യാറാകാത്ത ഒരാളാണ് സഅദ് സൽമി. കാരണം ഏറ്റവും വലിയ വിരൂപനായിരുന്നു. ആരാണ് ഇപ്പോ ഒരു പെൺകുട്ടി വാഴുക? പക്ഷേ ആ നാട്ടിലെ ഏറ്റവും വലിയ സൗന്ദര്യറാണിയായ അംർ ഇബ്നു വഹബിന്റെ മകൾ തീരുമാനിച്ചു, മുഹമ്മദ് റസൂലുള്ളാഹിന്റെ സെലക്ഷൻ അവിടെ വിരൂപമല്ല, അതാണ് സൗന്ദര്യം. അത് സ്വീകരിച്ചു. ഈ ചരിത്രത്തിൽ നിന്ന് ഒന്നാമത്തെ പാഠം. ഏതെങ്കിലും ഇനത്തിൽ നമ്മെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇരുട്ടിന്റെ ശക്തികൾ ആ ഇനത്തിൽ കെണിവലകൾ ഒരുക്കുമ്പോൾ എന്റെ പെങ്ങളെ ഒന്ന് ചിന്തിക്കണേ. മുഹമ്മദുർ റസൂൽ
സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെയാണ് ഞാൻ വലിച്ചെറിയുന്നത്. ഏത് റസൂലാണ്? വഫാത്തിന്റെ 2 ദിവസത്തിന് മുമ്പ് ഈ ലോകത്തോട് വിട പറയുമ്പോ എന്നെയും നിങ്ങളെയും കാണാൻ വേണ്ടി ആഗ്രഹിച്ചു പോയ മുഹമ്മദുർ റസൂൽ. പിന്നെ ഏത് റസൂലാണ് ഈ സംസ്കാരം നമുക്ക് പകർന്നു തരാൻ? ഈ സംസ്കാരം നമുക്ക് പകർന്നു തരാൻ കഠിനാധ്വാനം ചെയ്ത റസൂൽ. ഖദീജ എന്ന പേരിൽ, ഫാത്തിമ എന്ന പേരിൽ, മുബശ്ശിറ എന്ന പേരിൽ, നല്ല നല്ല പേരിൽ നാം അറിയപ്പെടുമ്പോൾ നാം അഭിമാനികളാണ്. തലേ തട്ടമിട്ടുകൊണ്ട് ആ പരിശുദ്ധ ഇസ്ലാമിന്റെ ഉന്നതമായ വേഷവിധാനത്തിലൂടെ കടന്നു പോകുമ്പോ ആരാ പൊന്നുമോടെ നിന്നെ ആകർഷിക്കാത്തത്? ഈ വേഷവിധാനം മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ പഠിപ്പിച്ച സംസ്കാരമാണ്. ആ നിലക്ക് നിന്റെ ശരീരം ഒരു അന്യ പുരുഷനിൽ നിന്നും മറച്ചു പിടിച്ച് ആ നിലക്ക് നിന്റെ ശരീരത്തിന്റെ ഒരു കവചമായി ഭർതമാറുമ്പോ നിന്നെ പലരും ലക്ഷ്യം വെക്കും പൊന്നുമോളെ. അങ്ങനെ ലക്ഷ്യം വെക്കുമ്പോൾ ആ ലക്ഷ്യം അലക്ഷ്യമാകാതിരിക്കാൻ നാം ചെന്ന് പെടേണ്ട വഴി അത് മുസ്തഫവിയ വഴിയായിരിക്കണം, മുഹമ്മദുർ റസൂൽ. ആ വഴിയിലൂടെ പോകുമ്പോ പിന്നീട് നാം ഒന്നാമതായി ചിന്തിക്കണം, അങ്ങനെ ഒരു മനസ്സ് ഏതെങ്കിലും ഒരു ദീനിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി കെണിവല ഒഴുക്കുമ്പോ പടച്ചവനെ ഇതിലൂടെ എന്റെ ഹബീബാണല്ലോ നഷ്ടപ്പെടുന്നു. അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം. ഹബീബിന് വേണ്ടി ആഗ്രഹങ്ങളെ ബലിയഴിപ്പിക്കണമെന്ന ഒരു പാഠം ഈ ഹദീസിൽ. രണ്ടാമത്തെ പാഠം മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾക്കാണ് എല്ലാറ്റിനേക്കാളും മുൻതൂക്കം എന്ന വലിയൊരു പാഠം. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം മകള് വേണമെങ്കിൽ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ തന്റെ മകളെ ഫ്രീ ആയിട്ട് കോടികൾ ഇങ്ങോട്ട് കൊടുത്തിട്ട് കെട്ടിച്ചു കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ടായിട്ടും അംർ ബിൻ വഹബ് എന്ന പിതാവ് തീരുമാനിച്ചു, ഞാൻ തിരഞ്ഞെടുത്തത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ. അതായിരിക്കണം രക്ഷാകർത്താവേ നിങ്ങളുടെ മകൾക്കും വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് വരുമ്പോ നിങ്ങൾ കരുതേണ്ടത്. എന്തിനെ? എനിക്ക് എന്റെ മകൾക്ക് വരനായി വരേണ്ടുന്ന മാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്ന ഒരു മുഹിബ്ബാകണം, ഒരു ആഷിഖുർ റസൂലായി, മാദിഹുർ റസൂലായി, ആ നിലയ്ക്ക് ഹബീബിനെ ഉൾക്കൊള്ളുന്ന ഒരു വരനായി എന്റെ പ്രിയപ്പെട്ട മരുമകൻ മാറണം. അങ്ങനെ വരുമ്പോ റസൂലുള്ളാഹിനെ സാധാരണ മനുഷ്യനാക്കുന്ന ആളിന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. നിസ്കാരം ഇല്ലാത്തവർക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം അള്ളാഹിന്റെ റസൂലായിട്ടുള്ള ബന്ധം മുറിച്ചവനാ. 5 വക്ത് നിസ്കാരം എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹ് റസൂൽ എന്ന 2 ബന്ധാണ്. ആ ഭാഗത്തേക്ക് തൽക്കാലം ഞാൻ പോകുന്നില്ല. പോയാൽ ആ വിഷയം അങ്ങനെ വേറിട്ട രീതിയിൽ അങ്ങനെ പറഞ്ഞു പോകേണ്ടി വരും. അപ്പൊ ആ 2 ബന്ധങ്ങൾ ഒരു ദിവസത്തിൽ നിർബന്ധമായും അള്ളാഹു റസൂൽ എന്ന ബന്ധത്തെ കൂട്ടിയിണക്കുന്ന വലിയ ഒരു സൽക്കർമ്മമാണ് 5 വക്ത് നിസ്കാരം. ആ നിസ്കാരം ഇല്ലാത്തവർക്ക് എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കരുത്. എന്തുകൊണ്ട്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിച്ചെറിഞ്ഞവനാണ്. ആ ഒരു പാഠം അംർ ബിൻ വഹബ് നമുക്ക് പഠിപ്പിച്ചു. സൗന്ദര്യമല്ല, സമ്പത്തല്ല, ദീനാണ് വലുത്. അതാണ് ഈ സംഭവത്തിലൂടെ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം. അവസാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും, സഹോദരിമാർ ആഗ്രഹിക്കുന്നുണ്ടാകും, ഇനി ബാക്കി സഅദിന്റെ ചിത്രം എങ്ങനെയെന്ന്. അതുകൂടെ പറയാൻ ആഗ്രഹം, കേൾക്കാൻ ആഗ്രഹമുണ്ടാകും. അതുകൊണ്ട് ഉമ്മമാർക്ക് വേണ്ടി ബാക്കി ഭാഗം കൂടി ബറക്കത്തിന് പറയുകയാണ്. എന്റെ വിഷയം അതല്ലെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അംർ ബിൻ വഹബ് വന്നിട്ട്, നബിയേ, അങ്ങ് തങ്ങൾക്ക് തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങി ഞാൻ എന്റെ പ്രിയപ്പെട്ട മകളെ സഅദ് സൽമിക്ക് കെട്ടിച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പോ ഹബീബ് സഅദിനെ വിളിക്കുകയാണ്, അല്ല സഅദേ, ഇനി നീ വിവാഹത്തിന് ഒരുങ്ങണം. അത്രയും കാലം നീ കല്യാണം കഴിച്ചു തരാൻ ആരുമില്ല, കല്യാണം കഴിച്ചു തരാൻ ആരുമില്ല എന്നുള്ള ചിന്താഗതിയാണെങ്കിൽ ഇനി നീ വിവാഹത്തിന് ഒരുങ്ങണം. അപ്പൊ ഉടനെ പറയാൻ, നബിയെ പൈസ ഇല്ല നബിയെ. ആദ്യം പറഞ്ഞത് പെണ്ണ് കെട്ടിച്ചേരുന്നില്ല. ഇപ്പൊ രണ്ടാമത് പറയാം, ഒരു പെണ്ണിന് കൊടുക്കാനുള്ള മഹർ പോലും കയ്യിലില്ല നബിയെ. അവൾക്ക് ആവശ്യമായ ആ വിവാഹത്തിലേക്ക് ആവശ്യമായ സമ്പത്തിന്റെ കയ്യിലില്ല നബിയെ. ചെലവഴിക്കാനുള്ള സാഹചര്യം എന്റെ കയ്യിലില്ല നബിയെ.
അപ്പോഴാണ് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ സഅദ് സൽമി വിളിച്ചുകൊണ്ട് പറയുകയാണ്, ധനാഢ്യനായ അവിടുത്തെ പുന്നാര മരുമകനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ നിങ്ങൾ പോകണം. അതിൽ നിന്നൊരു പാഠമുണ്ട്. പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാകുമ്പോൾ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന ആണ്ടിന് സമ്പത്തുണ്ടാവുന്ന അങ്ങോട്ടൊന്ന് പോകണേ എന്നതിലേക്കുള്ള ഒരു സൂചനയും മതി. ഇന്നലെ ഞാൻ എന്റെ വീട്ടിൽ ഇരിക്കുമ്പോ കല്യാണം 20-ാം തീയതി നിശ്ചയിച്ചു. ആരോ 2 ലക്ഷം രൂപ കൊടുക്കാമെന്നുള്ള ഉറപ്പിൻ പേരിലാണ് ആ സഹോദരൻ കല്യാണത്തിന് തിടുക്കപ്പെട്ട് ഇറങ്ങിയത്. അവസാനം കൊടുക്കൂല എന്ന് വന്നപ്പോ വിങ്ങിപ്പൊട്ടി നിന്ന് കരഞ്ഞു. എത്ര പിതാക്കളുടെ ദീനരോധനമാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് ഇടയ്ക്കൂടെ ഞാൻ പറയാം, സമ്പത്തല്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമ്മുടെ സ്വത്ത്. സൽ സ്വഭാവിയായ പെൺകുട്ടിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ സമ്പത്ത് സൽ സ്വഭാവിയായ പെൺകുട്ടിയാണ്. ലക്ഷക്കണക്കിന് രൂപ കിട്ടി, കോടികളുടെ ആസ്തിയുണ്ട്, പക്ഷെ വീട്ടിലേക്ക് വേദനയോടെയും വിഷമത്തോടെയും വെളിയിൽ പോയിട്ട് ഇറങ്ങിങ്ങോട്ട് വരുമ്പോ കടിച്ചു കീറുന്ന തരത്തിൽ പരുക്കൻ ശൈലിയിൽ പെരുമാറുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ജീവിതം കട്ടപ്പുകയാവൂല. അവിടെയാണ് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളിൽ നിന്ന് നാം പഠിക്കേണ്ടത്. ഖദീജത്തുൽ കുബ്ര എങ്ങനെയായിരിക്കണം ഒരു ഭാര്യ? ഇതൊക്കെ റസൂലുള്ളാഹിയിൽ നിന്ന് പഠിക്കണം, അവിടുത്തെ ഭാര്യമാരിൽ നിന്ന് പഠിക്കണം. വളരെ വിഷമിച്ച് ജിബ്രീൽ എന്ന മാലാഖയെ കണ്ട രംഗം, ഭീതിജനകമായ രംഗം. റസൂൽ വന്നിട്ട് പറഞ്ഞു, സമ്മിലൂനി യാ ഖദീജ, പുതപ്പിട്ട് മൂടിത്തരൂ ഖദീജ. എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ്. ഹബീബ് വല്ലാതെ വിഷമിച്ചു വന്നപ്പോ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കല്ലാ വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ, വിഷമിക്കണ്ട, വേദനിക്കണ്ട, അല്ലാഹ് അങ്ങേ കൈവിടിയില്ല. എന്തുകൊണ്ട്? കല്ലാ വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ, നബിയെ അങ്ങ് വിഷമിക്കണ്ട. കാരണം അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവരാ. മാത്രമല്ല അഗതികളെയും അനാഥകളെയും നിരാലംബരെയും സഹായിക്കുന്നവരാണ്, സമൂഹത്തിന്റെ ഭാരം ഏറ്റെടുത്തവരാണ്. അതുകൊണ്ട് അല്ലാ വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹിം, ഇന്നക ലതസിലുർ റഹിമ, നബിയേ അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവരാണ്. അതുകൊണ്ട് വിഷമിക്കണ്ട. ഇങ്ങനെയുള്ള ഗുണവിശേഷണമൊക്കെ ഇല്ലേ? നല്ല വിശേഷണം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങ് കുടുംബങ്ങളെ സംരക്ഷിക്കുന്നവരാണ്, അഗതികളെ, അനാഥകളെ, പാവങ്ങളെ ഒക്കെ സഹായിക്കുന്നവരാണ്, കുടുംബബന്ധം നിലനിർത്തുന്നവരാണ്. അതുകൊണ്ട് വിഷമിക്കണ്ട. അതേസമയം ഭാര്യയെ, ഇന്നുള്ള ഭാര്യമാര് വീട്ടിലോട്ട് കടന്നു വരും, ഇന്ന് ഒന്നും നടന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ഉമ്മാക്കും പെങ്ങന്മാർക്കും മറ്റുള്ളവർക്കും കൊടുക്കുന്ന ഒരു ശൈലിയാണ്. പിന്നെ എങ്ങനെ നിങ്ങൾ നന്നാവാൻ? ഈ പറയുന്ന ശൈലി ഒരു പെൺകുട്ടിയിൽ നിന്നുണ്ടാകുമ്പോ സ്വാഭാവികമായും വേദനിച്ച് വിഷമിച്ച് അവന്റെ ഭാരം ഇറക്കി വെച്ച് ഭാര്യയുടെ മുമ്പിൽ സമാധാനത്തിന്റെ എന്തെങ്കിലും ഒരു പഴുത് കിട്ടുമോ എന്ന് ചിന്തിച്ച് വരുമ്പോഴാണ് ഇവിടെ നിന്നിട്ട് അടുത്ത കൊടുത്ത്, അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടു കൊടുക്കും. രാവിലെ പോകുമ്പോഴേ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ ആയിരിക്കരുത് ഒരു ഭാര്യ പറയുന്നത്. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി, എന്റെ പെങ്ങളെ, നിങ്ങൾക്ക് കരുതലായി മാതൃകയായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. വിഷമിച്ച് വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് സാന്ത്വനം നൽകുന്നവളാണ് മാതൃകാ വനിതയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, സ്ത്രീധനം വാങ്ങാതെ അതിനെ ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കലും പെണ്ണ് കെട്ടരുത്. സൽ സ്വഭാവിയായ പെൺകുട്ടിയാണോ അതാണ് ഏറ്റവും വലിയ സമ്പത്തിന്റെ ചെറുപ്പക്കാരാ. ലക്ഷങ്ങളും കോടികളും വാങ്ങിയിട്ട് പക്ഷേ സമാധാനവും സന്തോഷവും എന്നത് എത്ര കോടികൾ കൊടുത്താലും കിട്ടാത്തതാണ്. അതേസമയം ആ ഇനത്തിൽ സമാധാനം തരുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അവനവന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുമ്പോൾ യാതൊരു സംശയമില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇന്നലെ എന്റെ മുമ്പിൽ വന്ന് കരഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഇന്ന അടുത്തൊക്കെ ഒന്ന് പോകണം.
അത് പറയാം. ഇവിടെയാണ് മഹാനായ സഅദ് സൽമി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ ചാര വന്നിട്ട്, നബിയേ, എനിക്ക് പ്രിയപ്പെട്ട ഭാര്യയായി വരാനിരിക്കുന്ന ആ നവവധുവിന് ആവശ്യമായ കല്യാണ ചെലവുകൾക്ക് ആവശ്യമായ സമ്പത്തില്ലെന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹിലുണ്ടോ കൊടുക്കാൻ? ഹബീബ് പറയാണ്, പോകണേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോകണേ എന്ന് ഹബീബ് പറയുമ്പോൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ ചാരയ സഹാബി വരുമ്പോ, ഉസ്മാന്റെ വാതിക്കൽ മുട്ടുമ്പോ ഉസ്മാന് കടന്നു വരികയാണ് റളിയല്ലാഹു അൻഹു. എന്താണ് സഅദേ ഈ സമയത്ത് വന്നു നിന്നത്? അത് മറ്റൊന്നല്ല, എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു, സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു വിട്ടു, എന്തെങ്കിലും ഒന്ന് തരണേ, കടായി. ഉസ്മാൻ പറഞ്ഞു, കടമൊന്നും തരാനില്ല, നിനക്കൊന്നും തരാനില്ല, പക്ഷേ ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് അള്ളാഹുവിന് കടായിട്ട് കൊടുക്കുകയാണ്. ഒരു മുതലാളി അങ്ങനെ തന്നെ ആകണമെന്ന ചരിത്രവും പാഠവും കൂടെ ഇതിലുണ്ട്. ഒരാള് പറഞ്ഞു വിടുമ്പോ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു വിടുന്നതിന് പകരം ഞാൻ നിനക്ക് ഫ്രീ ആയി തരുകയാണ്, പകരം അള്ളാഹുവിന് കടം കൊടുക്കുകയാണ്. ഒന്നുകിൽ കടായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കാം എന്ന ഒരു പാഠം കൂടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ ഞാൻ ചരിത്രം പറഞ്ഞാൽ എത്ര പാഠം നമുക്ക് പഠിക്കാൻ, നമുക്ക് വേണ്ടി കരുതി വെച്ച എത്രയോ സംഗതികൾ അതിലുണ്ട്. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ സഅദ് സൽമിക്ക് വേണ്ടി സകലതും അവിടുന്ന് ആഗ്രഹിച്ചതിനേക്കാൾ അധികം കൊടുക്കുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ നാളത്തെ മാരനെ വൈവാഹിക ജീവിതത്തിന്റെ മലർവാടിയിലെ ഒരുപാട് സ്വപ്നങ്ങളുമായി കടന്നു പോകുന്ന നിമിഷം നേരെ വരുമ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു വിളിയാ, അയ്യുഹസ് സഹാബ അയ്യുഹസ് സഹാബ. ബദർ രണാങ്കളത്തിലെ ധീരമായ ഇടപെടലുകൾക്ക് ശത്രുക്കൾക്കുണ്ടായ കനത്ത നാശനഷ്ടത്തിന്റെ പേരിൽ ഉഹദിലത് കണക്കു തീർക്കാനായി സർവായുധ വിഭൂഷിതരായി സർവസന്നാഹത്തോടെ ഉഹദിൽ ശത്രു തമ്പടിച്ചിരിക്കുകയാ. സഹാബ കടന്നു വരണേ സഹാബ, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ വിളിക്കുമ്പോ സഅദ് സൽമി എന്ന നാളത്തെ മാരനദാ തന്റെ കയ്യിലിരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കല്യാണ ആവശ്യത്തിന് വേണ്ടിയുള്ള ആ വസ്ത്രം വാങ്ങാൻ മാർക്കറ്റിലേക്ക് വന്നതാ. മഹർ കൊടുക്കാനുള്ള പൈസ കയ്യിലുള്ളത്, പക്ഷേ വിളിക്കുന്നതാരാ? മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളാ. യുദ്ധത്തിന്റെ പോർക്കളത്തിലേക്കുള്ള വിളിയാ. ഹബീബിനെയും അനുയായികളെയും ഉച്ചാടനം ചെയ്യാൻ ബദറിൽ വന്നപ്പോ നടക്കാതെ കഴുത്ത പരാജയം ഏറ്റുവാങ്ങി തോറ്റമ്പിപ്പോയ ശത്രുക്കള് സർവാത്മന സർവായുധ വിഭൂഷിതരായി ഹബീബിനെതിരെ കടന്നു വരികയാ. ഇവിടെ ഞാൻ നാളത്തെ വൈവാഹിക ജീവിതത്തിലേക്ക് ആനന്ദത്തിന്റെ വല്ലരിയിലേക്ക് പോയി ഭൗതികതയുടെ പടപടപ്പിൽ ഭ്രമിക്കലല്ല, മറിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി എന്റെ ജീവിതം സമർപ്പിക്കേണ്ട ഏറ്റവും വലിയ സുദിനമാണ്.
ഏറ്റവും വലിയൊരു പാഠം നേതാവ് വിളിക്കുകയാ. നേതാവ് വിളിച്ചാലോ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നേതാവിന്റെ വിളിക്കുത്തരം ചെയ്യണമെന്നാ. ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചരിത്രത്തിലും നിങ്ങൾക്കും എനിക്കും ഒരു പാഠമുണ്ട്. ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാഹ്. യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അത്യുത്തമനായി പ്രഖ്യാപിച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള വ്യക്തമായ പ്രചണ്ഡമായ പ്രഖ്യാപനം നടത്തി. ആ പ്രചണ്ഡമായ പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കാൻ നമുക്ക് സാഹചര്യം ഒരുക്കി തന്നത് ആരാ? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാ. ആ തങ്ങളാണ് പറഞ്ഞത്, വിളിക്കോ 5 വക്ത് നിസ്കാരത്തിന് വേണ്ടി ജനങ്ങളെ വിളിക്കോ. അങ്ങനെ അന്ന് മുതൽ ബിലാൽ ഇബ്നു റബാഹ് വിളി തുടങ്ങി. ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റിയിട്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നുള്ള സകലമാന പള്ളികളിൽ നിന്നും വിളിച്ചോ. ഇപ്പോൾ നമ്മുടെ ഈ മുബാറക്ക് ജുമാ മസ്ജിദിൽ നിന്നും വിളിച്ചോ. ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. ഇന്ന് യുദ്ധത്തിന്റെ ആവശ്യമില്ല, സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. ഇന്ന് നിങ്ങൾക്ക് അനിവാര്യമായത് ഹയ്യ അലസ് സ്വലാഹ്, ഏറ്റവും വലിയ ഐക്യത്തിന്റെ ഏറ്റവും വലിയൊരു യൂണിറ്റ് സംവിധാനം ചെയ്തു തന്ന ആ യൂണിറ്റിയുടെ തലതൊട്ടപ്പനായ മുത്ത് മുസ്തഫ തങ്ങൾ വിളിക്കാൻ പറഞ്ഞു. എന്തിനാ? അല്ലാഹുവുമായുള്ള ബന്ധത്തിലേക്കാ, റസൂലുമായുള്ള ബന്ധത്തിലേക്കാ. ആ ബന്ധത്തിന് വേണ്ടി വിളിക്കുമ്പോഴാ ടെക്സ്റ്റൈൽസിൽ കച്ചവടം പൊടിപൊടിക്കുന്നത്, പലചരക്ക് കടയിൽ കച്ചവടം പൊടിപൊടിക്കുന്നത്, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ ഹയ്യ അലസ് സ്വലാഹ് ബ്രേക്ക് ഇടണം ചെറുപ്പക്കാരാ, കച്ചവടം നടക്കട്ടെ. എന്നെ വിളിച്ചത് മുസ്തഫ തങ്ങളാ. മുസ്തഫ തങ്ങൾ വിളിക്കാൻ പറഞ്ഞ വിളിക്കുത്തരം ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന വലിയ ഒരു പാഠമാ. രണാങ്കളത്തിലെ ജാജല്യമായ പോരാട്ടത്തിന്റെ പോർക്കളത്തിൽ അടരാടി ഷഹാദത്ത് വരിക്കാൻ വേണ്ടി പ്രവാചക പരിശ്രേഷ്ഠർ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ അനുയായികളെ ക്ഷണിക്കുമ്പോ നാളത്തെ വരനാ സഅദ് സൽമി കേൾക്കുകയാ, പോവുകയാ. ടെക്സ്റ്റൈൽസിലേക്ക് പൊരുനാരിക്ക് വസ്ത്രം വാങ്ങാനല്ല, ആയുധശാലയിലേക്ക് പോവുകയാ. പടച്ചട്ട വാങ്ങുകയാ, പടവാള് വാങ്ങുകയാണ്, ഖഡ്ഗവുമായിട്ട് വരികയാ. ആരണ്ടടാ? അബൂ സുഫിയാനാണോ? ഇക്രിമയാണോ? എന്റെ മുസ്തഫാനെ എതിർക്കാൻ ആൺകുട്ടികളുണ്ടെങ്കിൽ പോരടാ. താളത്തെ മാരനാണ്. പോർക്കളത്തിലേക്ക് ഇറങ്ങി ഞാൻ വരികയാ. ഹബീബ് കാണുന്നില്ല സഅദ് സൽമിയെ. ഹബീബ് കണ്ടിരുന്നുവെങ്കിൽ തടയുമായിരുന്നു. കാരണം എന്ത്? മുഹമ്മദുർ റസൂലുള്ളാഹ് നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്ന ഹബീബാണ്. സഅദ് സൽമിയുടെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സുന്ദര സുദിനമാണ് നാളെ. അതുകൊണ്ട് സഅദ് സൽമി നാളെ വൈവാഹിക ജീവിതത്തിലേക്ക് പോകുമ്പോ ഇന്ന് യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ആ നിലയ്ക്കൊരു വിഷമം സഅദിന് ഹബീബ് ഇഷ്ടപ്പെടൂല. അതറിയാവുന്ന സഅദ് ഹബീബിനെ കാണാതെ ഈ ഹബീബിന്റെ സംരക്ഷണം തന്റെ ബാധ്യതയാണെന്ന് ചിന്തിച്ച് ഹബീബ് വിളിച്ച ഉത്തരത്തിന് മറുപടി പറയാൻ നാളത്തെ വരനിറങ്ങുകയാണ്. ജാജല്യമായ പോരാട്ടമാ, പോർക്കളത്തിൽ അടരാടുകയാ, ഷഹീദാവുകയാണ്. അല്ലാ അല്ലാ, ഉഹദ് യുദ്ധം കഴിഞ്ഞോ? ആ
ആരൊക്കെ ഷഹീദായി, ആരൊക്കെ ഷഹീദായി എന്നറിയാൻ വേണ്ടി മുസ്തഫ തങ്ങളും അനുയായികളും ഉഹദിന്റെ ആരണഭൂമികയിലൂടെ കടന്നു പോകുമ്പോ ഓരോ സഹാബികളുടെയും ശരീരം ചേതനയറ്റ ശരീരം കിടക്കുകയാണ്. ഇപ്പുറത്തതാ ഹംസത്തുൽ കർറാം കഷ്ടമായി വട്ടിമുറിക്കപ്പെട്ട രംഗമാ. ഇവിടെ അതാ മഹാനായ അബ്ദുല്ലാഹിബ്നു ഹൻദല. ആരാണ് അബ്ദുല്ലാഹിബ്നു ഹൻദല? പെങ്ങളെ അറിയണേ, വൈവാഹിക ജീവിതത്തിലെ ഇരുട്ടിൽ കൂടി ആദ്യത്തെ രാത്രിയിലെ ആ ഫസ്റ്റ് നൈറ്റിൽ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു ജമീല റളിയല്ലാഹു തആല അൻഹയുമായി ഇണചേർന്ന് കൊണ്ടിരിക്കുമ്പോഴാ ഉഹദിൽ നിന്ന് ഈ മാരൻ കേൾക്കുന്നത്. അന്നത്തെ രാത്രിയിലെ ആദ്യത്തെ രാത്രിയിലെ ഒരുപാട് മോഹങ്ങളുടെ മോഹക്കൊട്ടാരം പണിത് കാലങ്ങളായി കൊണ്ട് നടന്ന ആ മോഹങ്ങൾ പൂവണിഞ്ഞ രാത്രിയിലെ തന്റെ പ്രിയതമയുമായി കഴിഞ്ഞുകൂടിയ ആ രാത്രിയിലെ 17 വയസ്സുകാരിയായ ഉമ്മു ജമീലയിൽ നിന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു ഹൻദല ഇറങ്ങുകയാണ് രണാങ്കളത്തിലേക്ക്. ആ അബ്ദുല്ലാഹിബ്നു ഹൻദലയുടെ ചേതനയറ്റ ശരീരം അതേ അവിടെ കിടക്കുകയാണ്. ഹബീബ് വീണ്ടും മുന്നോട്ട് പോകുമ്പോ അല്ലാ നാളത്തെ വരനെ സഅദ് സൽമിയാണ് ആ കിടക്കുന്നത്. സഅദ് സൽമിയുടെ ആ ശരീരം കണ്ടപ്പോ പ്രവാചകന്റെ കണ്ഠമിടറിപ്പോയി. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് ബാഷ്പഗണങ്ങളാ ചാലിട്ടൊഴുകിയത്. ഏറ്റവും വലിയ സൗന്ദര്യധാമമായ അംർ ഇബ്നുൽ വഹബിന്റെ പുന്നാര പുത്രിയെ വേൽക്കാൻ നാളേക്ക് വേണ്ടി തയ്യാറായ സഅദ് സൽമിയാണ് ഇന്ന് പോർക്കളത്തിൽ ഷഹാദത്ത് വരിച്ചു കിടക്കുന്നത്. മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഇതിലൂടെ വേറൊരു പാഠം. എന്താണ് ആ പാഠം? മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ വിളിച്ചാൽ എല്ലാ സുഖങ്ങളെയും ദുഃഖങ്ങളെയും മാറ്റിവെക്കണം, എല്ലാ ആവശ്യങ്ങളും മാറ്റിവെക്കണം. അതുകൊണ്ടാണ് 5 വക്തിനു വേണ്ടി പള്ളിയിൽ നിന്ന് വിളിക്കുന്ന ഓരോ ബാങ്കുലിയും അത് 1400 മുമ്പ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കാൻ പറഞ്ഞ വിളിയാണ്. ആ വിളിക്ക് ഉത്തരം ചെയ്തവരാണോ എന്റെ ചെറുപ്പക്കാരെ ഞാൻ നിങ്ങൾ? വളരെ ഗാഢമായി നാം ചിന്തിക്കണം. അപ്പൊ സഅദ് സൽമിയുടെ ഒരു ചരിത്രത്തിൽ നിന്ന് എത്ര പാഠം! ഇനിയും ഒരു പാഠമുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ വിളിക്കുത്തരം ചെയ്യുന്നവർക്കുള്ള നേട്ടം എന്താണ്? അവർക്കുള്ള ലാഭം എന്താണ്? ഭൗതികമായും അഭൗതികവുമായും ഹബീബിന്റെ വിളിക്കുത്തരം ഉത്തരം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സ്ഥാനം എന്താണ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സഅദ് സൽമിയുടെ ജനാസ ഖബറടക്കാൻ കൊണ്ടുപോവുകയാണ്. സഅദ് സൽമിയുടെ ജനാസ ഖബറടക്കാൻ കൊണ്ടുപോകുമ്പോ റസൂലുള്ളാഹ് നിലം തൊടുന്നില്ല. അവിടത്തെ കാല് ഉയർത്തിപ്പിടിച്ച് അവിടത്തെ തള്ളവിരൽ കൊണ്ട് ഊന്നി ഭൂമിയിൽ വളരെ വിഷമത്തോടെ ഹബീബ് നടക്കുകയാ. പാദം കാല് ഊന്നുകയോ ഉറപ്പിക്കുന്നില്ല. തള്ളവിരൽ മാത്രം ഭൂമിയിൽ പതിപ്പിച്ചുകൊണ്ട് പാദം കാല് ഉയർത്തിപ്പിടിച്ച് ഹബീബ് നടക്കുമ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, എന്താണ് തങ്ങളുടെ പാദുകം ഭൂമിയിൽ ഉറയ്ക്കാത്തത്? അങ്ങ് തള്ളവിരൽ മാത്രം ഭൂമിയിൽ പതിപ്പിച്ചുകൊണ്ട് ഉന്തി നടക്കുന്നതെന്താ? യാ റസൂലല്ലാഹ്. അപ്പോഴാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറയാണ്, സഹാബാ, നാളത്തെ നവവരനായ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിച്ച ഈ സഅദ് സൽമിയുണ്ടല്ലോ, ആ സഅദ് സൽമിയുടെ ജനാസയെ സ്വീകരിക്കാൻ
ആകാശലോകത്തിലെ മാലാഖമാരൊന്നടങ്കം ഇറങ്ങിയിരിക്കുകയാ. മാലാഖമാരുടെ അനുസ്യൂതമായ പ്രവാഹം കൊണ്ട് ധന്യമായ ഈ നിമിഷത്തില് എവിടെ നോക്കിയാലും മാലാഖമാരാണ്. ആ മാലാഖമാര് ഭൂമി ലോകത്ത് ഇറങ്ങി വന്നപ്പോ ഭൂമിയിൽ ഒരിടവും കാണുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഭൂമിയിൽ എന്റെ പാദുകം ശരിക്ക് പതിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞു മുഹമ്മദുർ റസൂൽ. തീർന്നില്ല, ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സഅദ് സൽമിയുടെ വേർപാടിന്റെ സമയത്തെക്കുറിച്ച് പറഞ്ഞു. അല്ലാഹുവിന്റെ അർശ് ആ സഅദ് സൽമിയുടെ ജനാസ സഅദ് സൽമിയുടെ ആത്മാവിനെ സ്വീകരിക്കാൻ സന്തോഷം കൊണ്ട് ആ അർശ് പോലും കിടുങ്ങിപ്പോയി എന്ന് മുഹമ്മദുർ റസൂൽ. അപ്പൊ 5 വക്ത് നിസ്കാരത്തിന് വേണ്ടി അത് ഹബീബിന്റെ വിളിയാണ്. ഉഹദിലേക്കുള്ള വിളി പോലെ 5 വക്ത് നിസ്കാരം അള്ളാഹുവിലേക്കും റസൂലിലേക്കും വേണ്ടി വിളിക്കാൻ പറഞ്ഞതാണ്. ആ വിളിക്ക് ഉത്തരം ചെയ്യാത്തൊരു വീടൊക്കെ നമുക്ക് ചുറ്റരിക്കാതെ അങ്ങ് പോരെ എന്ന് പറഞ്ഞിട്ട് സഹാബികളെയും കൂട്ടിയിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി ഒരിക്കൽ ഇറങ്ങേണ്ടി വന്നു. അത്രയും ഗൗരവമാണ്. ആ വിളിക്ക് വേണ്ടിയാണ് ഇപ്പൊ വിളിച്ചത്. ആ വിളിക്ക് വേണ്ടിയാണ് മഗ്രിബിന് വിളിച്ചത്. ആ വിളിയാണ് നാളെ സുബഹിക്ക് വിളിക്കുന്നത്. അപ്പോഴോ നമ്മുടെ ചെറുപ്പക്കാരിൽ പലരും ആ വിളി സുബഹിക്ക് വേണ്ടി പള്ളിയിൽ നിന്ന് കൊടുക്കുമ്പോ ഇപ്പുറത്തോട്ട് ചെരിഞ്ഞു കിടക്കുന്നവനാണെങ്കിൽ ദോശക്കല്ലിൽ നിന്ന് ദോശ മറിച്ചിരുന്ന പോലെ അപ്പുറത്തോട്ട് ഒറ്റ മറിച്ചിലാണ്. ഈ മോദിന് വേറെ ജോലിയൊന്നുമില്ല, ഇയാളെ ശമ്പളം കൊടുത്തിട്ട് ഇങ്ങനെ അരോചകം ഉണ്ടാകുന്ന ശബ്ദം ഉണ്ടാക്കാനാണോ ഇയാൾ പറഞ്ഞു വിട്ടത്? ഇങ്ങനെ കിടക്കുന്ന ആളുടെ ദോശക്കല്ലിൽ നിന്ന് ദോശ മറിച്ചിരുന്ന പോലെ ഇപ്പുറത്തോട്ട് അങ്ങ് ചെല്ലും. ഹബീബിന്റെ വിളിക്ക് ഉത്തരം ചെയ്തവരല്ല. അതുകൊണ്ട് തന്നെയാണ് ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾക്ക് ലൈലത്തുൽ ഖദറാകാൻ സാധ്യതയുള്ള ദിവസമാണെങ്കിൽ പോലും അവരിലേക്ക് ചേർക്കുമ്പോ സുബഹിയില്ലാത്തവൻ ഏറ്റവും വലിയ നെഹ്സാണ്. ഒരു കട തുടങ്ങുമ്പോ, ഏതെങ്കിലും ഒരു നല്ല സംരംഭത്തിന് വേണ്ടി നാം മുന്നിട്ടിറങ്ങുമ്പോ നേരെ പള്ളിയിലേക്ക് വന്നിട്ട് ഉസ്താദെ ഇന്നത്തെ ദിവസം കട തുടങ്ങാൻ പറ്റിയ ദിവസമാണ്, എന്റെ അടുത്ത് വന്നു വെച്ചാൽ ഞാൻ ആദ്യം പറയും ഇന്നത്തെ ദിവസം നീ സുബഹിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇതെന്നെ കൊണ്ട് ചോദിപ്പിച്ച ഇമാമുൽ ഗസാലി തങ്ങളാ. നമ്മളിൽ പല ചെറുപ്പക്കാരും കട തുടങ്ങാറുണ്ട്. ഇവിടെയൊക്കെ എങ്ങനെയാണെന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിലെ നാളെ കട തുടങ്ങുകയാണെങ്കിൽ രാത്രി 2:30-3 മണി വരെ അതിന്റെ ഡെക്കറേഷൻ വർക്കുമായി ബന്ധപ്പെട്ട് ഉറക്കം ഒഴിച്ചിരുന്നു കൊണ്ട് രാത്രി മൊത്തം വർക്ക് നടക്കുകയാണ്. 9 മണിക്കാ കട ഉദ്ഘാടനം ഉസ്താദ് പറഞ്ഞു. അവസാനം വന്ന് കിടന്നു ഒറ്റ ഉറക്കം. 8 മണിയായിട്ടും കൂർക്കം വിളി തീർന്നില്ല. അവസാനം ഭാര്യ എന്ന് കൈ തട്ടി എഴുന്നേക്കുന്നില്ലേ, കട ഉറക്കണ്ടേ? ഉടനെ ചാടി എണീറ്റ് പെട്ടെന്ന് മുഖമൊക്കെ കഴിയിട്ട് പള്ളിയിലെ ഉസ്താദിനെയും വിളിച്ചു. ഉസ്താദ് വന്ന് ഫാത്തിഹ ഓതി നല്ല റാഹത്തായി കട ഉറങ്ങുന്നു. നല്ല ദോസാണ്. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോഴേക്ക് കട കൂട്ടി കെട്ടി. എന്തുകൊണ്ട്? ഉസ്താദിന്റെ കുറ്റമല്ല, ഉസ്താദ് ഓതിയത് ഖുർആൻ അല്ലാത്തത് കൊണ്ടുമല്ല, മറിച്ച് ഈ കട തുടങ്ങിയ ദിവസം രഹസ്യമായിരുന്നു. അവന്റെ കടയല്ലേ, അവനിലേക്ക് ചേർക്കുമ്പോ അന്നത്തെ ഏറ്റവും വലിയ മോശമായ സൂചനത്തിലാണ് തുടങ്ങിയത്. അതാണ് ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുബഹിയില്ലേ അവന്റെ ജീവിതത്തിൽ നെഹ്സ് ഒഴിഞ്ഞു മാറൂല. സുബഹി നിസ്കരിക്കുന്നതിന് എന്ത് നെഹ്സ് എന്ന് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് പറയാനുണ്ട്. സുബഹി അങ്ങോട്ട് നിസ്കരിച്ച പിന്നെ നെഹ്സ് നോക്കണോ? അപ്പൊ നാം ചിന്തിക്കുക, ഹബീബിന്റെ വിളിയാണ്, ഹബീബിന്റെ വിളിയാണ്. ആ വിളിക്കുത്തരം സഅദ് സൽമി നൽകുകയാണ്. യുദ്ധത്തിലേക്കുള്ള വിളിയാണ്. ഇപ്പോൾ വിളിക്കുന്ന വിളി അത് യുദ്ധത്തിലേക്കുള്ള വിളിയല്ല, അത് അല്ലാഹുമായി ഇഴുകിച്ചേരുന്നതിലേക്കുള്ള വിളിയാണ്, റസൂലുമായി ലയിച്ചു ചേരുന്നതിലേക്കുള്ള വിളിയാണ്. ഹയ്യ അലസ്സലാ, നിസ്കാരത്തിലേക്ക് വരണമെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, ആ വിളി കേട്ടുകൊണ്ട് നാം പള്ളിയിലേക്ക് വരുമ്പോ അവിടെ 2 ബന്ധങ്ങളാണ്. ഒന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് ഫാത്തിഹയിലൂടെ, റുകൂഇലൂടെ, ഇഅ്തിദാലിലൂടെ, സുജൂദിലൂടെ ആ നിലയ്ക്ക് അല്ലാഹുവുമായി ഇഴുകിച്ചേരുന്ന ആ ബന്ധം അവസാനം അത്തഹിയ്യാത്തിൽ വെച്ച് അസ്സലാമു അലൈക അയ്യുഹൻ നബി, ഓ നബിയായിട്ടുള്ളവരെ, എത്ര ഒരു ബന്ധത്തെ കൂട്ടിയിണക്കലാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബി, അകലങ്ങളിലുള്ള 1400 മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞുപോയ 4500 കിലോമീറ്ററുകൾക്കപ്പുറം മദീനയിൽ നിലകൊള്ളുന്ന മദീനയിലെ രാജകുമാരനെ, ഈ ചൊക്ലി പ്രദേശത്തെ
മുബാറക്ക് പള്ളിയുടെ അകത്തളത്തെ അല്ലെങ്കിൽ വീട്ടിന്റെ അകത്തളത്തിരുന്ന് നിസ്കരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, മുസ്തഫാനെ വിളിക്കുമ്പോൾ അസ്സലാമു അലൈക, നബിയേ അങ്ങ് നിങ്ങളുടെ, നീ എന്ന് പറയല അത് കേടായതുകൊണ്ട് റസൂലുള്ളാഹിനെ ആദരവോടെ നബിയെ അങ്ങ് തങ്ങളുടെ, നീ എന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്നത് സ്വാഭാവികമായും ഫേസ് ടു ഫേസ്, മുഖാമുഖം എന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ നോക്കിയിട്ട് നിങ്ങളെന്ന് പറയും. നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി അപ്പുറത്ത് അവൻ, അവർ, ആ ഒരു വാക്കിന് ഡിസ്റ്റൻസ് ഉണ്ട്, വളരെ അകലം. ഈ അകലം മുസ്തഫ തങ്ങളോട് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അസ്സലാമു അലൈക നബി, നിങ്ങളുടെ മേൽ അഹ്ലർ ഫീ ഖൽബിക നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാമുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ ഹൃദയാന്തരങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് മുസ്തഫാനെ ആ നിലക്ക് കണ്ടിട്ട് വേണം സലാം പറയേണ്ടത്. അങ്ങനെ സലാം പറഞ്ഞ റസൂലുള്ളാഹി മടക്കിയത് കേൾക്കുന്നവരെ സലാം പറഞ്ഞു നിസ്കാരത്തിൽ വെച്ച് ബന്ധം നിലനിർത്തിയ മഹാന്മാരാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൈറു ഉമ്മത്താണ്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്കാരത്തിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ഒരു ബന്ധം അറ്റുപോകാതെ 14 മുമ്പ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ മദീനത്തുണ്ടായിരുന്നത്, ആ സമയത്ത് സഹാബികൾ ചെന്നു, വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റസൂലി. റസൂലുള്ളാഹിനെ കരുതി അവിടുത്തെ ചാരത്തേക്കടുത്ത സഹാബികളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആ ഹബീബിലേക്ക് സമർപ്പിക്കുകയാണ്. ഇവിടെ സുബഹിയാണെങ്കിലും ളുഹറാണെങ്കിലും അസറാണെങ്കിലും ഒരുപാട് വിഷമങ്ങളുടെയും പ്രയാസങ്ങളുടെയും ശോകമോഹമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോ ആ വിഷമങ്ങളിൽ നിന്നെല്ലാം വിട്ടുകൊണ്ട് നേരെ വരികയാ അല്ലാഹു വറസൂലുഹു. അള്ളാന്റെ അടുക്കലേക്ക് വരികയാണ്, റസൂലിന്റെ അടുക്കലേക്ക് വരികയാണ്. റസൂലുള്ളാഹിനെ കരുതിക്കൊണ്ടാണ് നിസ്കാരത്തിൽ വരുന്നത്. അല്ലേ, നിസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലാഹ് റസൂൽ എന്ന രണ്ട് ബന്ധമാണ്. ചിലർ പറയാറുണ്ട് വിവരമില്ലാത്തതിന്റെ പേരിലാണ്. അടിമയ്ക്ക് അല്ല പോരെ, പക്ഷെ അല്ല മാത്രം പോരാ, മുഹമ്മദ് റസൂൽ വേണമെന്നത് നിസ്കാരം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. കാരണം അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ആരാധനയാണല്ലോ 5 വഖ്ത് നിസ്കാരം. ആ ആരാധനയിൽ ആദരവൊന്ന് വേറെ, ആരാധനയൊന്ന് വേറെ. അള്ളാഹ്ക്ക് വേണ്ടി ആരാധിക്കുന്ന മനുഷ്യൻ ആ നിലയ്ക്ക് അള്ളാഹുമായി ഇഴുകിച്ചേരുകയാണ്. അതല്ലേ വജ്ഹത്തിൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം അല്ലാഹ്ക്കാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ സകലതും സമർപ്പിച്ച് മറ്റാർക്ക് മുമ്പിലും പ്രണാമമർപ്പിക്കാത്ത, മറ്റാർക്ക് മുമ്പിലും നെറ്റിത്തടം സമർപ്പിക്കാൻ തയ്യാറല്ലാത്ത അടിമ യജമാനന്റെ മുമ്പിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ടുള്ള ആരാധന 5 വഖ്ത് നിസ്കാരത്തിൽ നിർവഹിക്കുന്നു. അത് ആരാധനയാണ്. ആ ആരാധനയിൽ വെച്ചുകൊണ്ട് ആരാധിക്കപ്പെടാൻ അർഹനായവൻ അല്ലാഹ് മാത്രമാണെന്ന അലിഖിതമായ ഒരു നിയമം വസ്തുനിഷ്ഠമായി അപഗ്രഥിച്ച് നമ്മെ പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം, ആ പ്രവാചകനെ ആദരവിന്റെ ലോകത്ത് നിന്നുകൊണ്ട് സ്നേഹ പുരസ്സരം ആ ആരാധനയിൽ ആദരവോടെ കൊണ്ടുവരികയാണ്. അപ്പൊ ആരാധനയും ആദരവും ഒത്തൊരുമിക്കുന്ന ആരാധനാ കർമ്മമാണ് 5 വഖ്ത് നിസ്കാരം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അസ്സലാമു അലൈക നബിയേ
ഹൃദയത്തിൽ നിന്ന് ആഴ്ന്നിറങ്ങുന്ന പ്രേമത്തിന്റെ ആ കരവലയത്തിൽ നിന്നുകൊണ്ട് മുസ്തഫാനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൺമറഞ്ഞാലും മൺമറയാത്ത നബിയേ വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങൾ ഉറപ്പിക്കണേ ഓരോ ചലനങ്ങളിലും ഓരോ നിശ്ചലനങ്ങളിലും നിങ്ങളുടെ ദൈനംദിന വിഷയങ്ങളിലും എല്ലാം മുഹമ്മദുർ റസൂൽ നിങ്ങളോടൊപ്പമുണ്ട്. ആ മുസ്തഫാനെ ആദരപൂർവം അകലങ്ങളില്ലാത്ത ലോകം സൃഷ്ടിച്ചുകൊണ്ട് ഏറ്റവും വലിയ അടുപ്പം സൃഷ്ടിച്ചുകൊണ്ട് അഹ്ദിർ ഫീ ഖൽബിക നബിയാ, ഖൽബിലേക്ക് അങ്ങോട്ട് ആഴ്ത്തിയിറക്കിയ ബന്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കൊണ്ടുവരിക. ഇതിനു വേണ്ടിയല്ലേ വിളിച്ചത്? ആ വിളിക്കല്ലേ നാം ഉത്തരം ചെയ്യാത്തത്? വഹദിലും വിളിച്ചു, അത് യുദ്ധത്തിനു കൂടിയായിരുന്നു. ഇവിടെ വിളിക്കാൻ പറഞ്ഞത് ഹബീബുമായി ലയിക്കാൻ. അങ്ങനെ ലയിച്ചു. അവിടെ സഅദ് സൽമി യുദ്ധത്തിലൂടെ ഹബീബിന് വേണ്ടി സർവ്വതും സമർപ്പിച്ചു. ആയിരത്തിൽ ജീവാർപ്പണം ചെയ്തു. നമുക്ക് ജീവാർപ്പണം ചെയ്യേണ്ട, പക്ഷേ ഹബീബിന്റെ മുമ്പിൽ സകലതും മറന്ന് ആ ഹബീബിനെ ഒന്ന് പ്രണയിക്കണം. അതിന് പറ്റിയ ഒരു സാഹചര്യം കൂടെയാണ് നിസ്കാരം, അല്ലല്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. എത്ര വളരെ വ്യക്തമായി റസൂലുള്ളാഹിയുമായുള്ള ബന്ധം, സ്നേഹമല്ലേ നിലനിർത്തുന്നത്? സലാത്തിലൂടെ ശരിക്ക് സ്നേഹമാണ് നിലനിർത്തുന്നത്, സ്നേഹപ്രകടനമാണ്. ആ പ്രകടനം ഉള്ള ആരാധനയിലേക്ക് വിളിക്കുമ്പോൾ വരുന്നവർക്കുള്ള പ്രതിഫലം എന്താണ്? സഅദ് സൽമി ജീവിതം മറന്ന് മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് വേണ്ടി സകലതും സമ്മാനിച്ചപ്പോ അർശ് കിടുകിടാ വിറക്കുകയാ, സ്വീകരിക്കാൻ തയ്യാറാവുകയാ. മാലാഖമാർ ഇറങ്ങി വരികയാ. 70,000 മാലാഖമാരുടെ അകമ്പടിയിൽ മയ്യത്ത് നിസ്കാരം നടന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ സഅദ് സൽമി. നമ്മൾ പറഞ്ഞു വന്നത് മുഹമ്മദ് റസൂലുള്ളാഹിനെ കരുതിക്കൊണ്ടുവന്ന സഹാബത്തിന്റെ അവസ്ഥ. അതിൽ ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ടായി. അപ്പൊ ഭൗതികമായ വിഷയം റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് അവതരിപ്പിച്ചു. ഇനിയോ വേറൊരു സഹാബി വരികയാ. യാ റസൂലല്ലാഹ്, തങ്ങളോടൊപ്പം എല്ലാ വിഷയത്തിലും പ്രിയപ്പെട്ടവരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഖിദ്മത്ത് ചെയ്ത സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഓ സഹാബാ, നിനക്ക് ഇഷ്ടമുള്ളത് ചോദിക്കൂ റബീഅ. റബീഅത്ത് എന്ന സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത അവസാനം റസൂൽ ഇഷ്ടമുള്ളത് ചോദിക്കുക. അപ്പോഴാണ് പറഞ്ഞത്, നബിയേ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലൊരിടം അതാ വേണ്ട. അപ്പൊ നമ്മുടെ നബി ആരാ? നമ്മോടൊപ്പം ജീവിച്ചിരുന്ന സമയത്ത് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിച്ചിരുന്നപ്പോ ഭൗതിക വിഷയത്തിനും സഹാബികൾ വന്നു. ആ ഭൗതിക വിഷയങ്ങൾക്കുള്ള പരിഹാരം റസൂൽ നിർദ്ദേശിച്ചു. അപ്പോഴാണ് വേറെ സഹാബി വന്നിട്ട് പറഞ്ഞു, അങ്ങയോടൊപ്പം സ്വർഗത്തിലൊരിടം വേണം നബിയെ. അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതിനൊക്കെ സാധ്യമാവും, പക്ഷേ സുജൂദുകൾ വർദ്ധിപ്പിക്കുക. അത് നമുക്കും ആ സുജൂദുകൾ വർദ്ധിപ്പിച്ചാൽ റസൂലുള്ളാഹിനോടൊപ്പം സ്വർഗത്തിലൊരു ഇടമുണ്ട്. അപ്പോൾ ജീവിച്ചിരുന്ന സമയത്ത് റസൂലുള്ളാഹിനെ കരുതിക്കൊണ്ടുവന്ന സഹാബികള് അവരേതെല്ലാം ലക്ഷ്യത്തിന് വേണ്ടിയാണോ റസൂലുള്ളാഹിനെ ലക്ഷ്യം വെച്ചത്, അതെല്ലാം അവർക്ക് സാധിച്ചു. ഹയാത്തി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. വമമാതി ഖൈറുൽ ലക്കും, ജീവിതം ഖൈറായതുപോലെ എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. അപ്പോ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നപ്പോൾ കാരുണ്യത്തിന്റെ അമൃത് പകർന്നു നൽകിയവരാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ, അങ്ങ് തങ്ങൾ കാരുണ്യത്തിന്റെ കടലായിട്ടാണ് തങ്ങളെ നാം അയച്ചിട്ടുള്ളത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ തങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല. എല്ലാവർക്കും അനുഗ്രഹം. റസൂലുള്ളാഹിന്റെ ചാരെ വന്നു സഹാബികൾ, ഭൗതിക വിഷയം പറഞ്ഞു.
വേദനിക്കുന്ന വിഷയം പറഞ്ഞു, എല്ലാത്തിനും പരിഹാരം. അങ്ങനെ ഇരിക്കുമ്പോ അബൂജഹൽ ഉത്ബത്തും ശൈബത്തും അതാ ഓടി വരുന്നു. എന്തിന്റെ പേരിലാണ്? അള്ളാന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹിനെ കരുതി അവിടുത്തെ അനുയായികൾ വരുന്നതിന് പുറമെ അവിടുത്തെ പ്രതിയോഗികളായ അള്ളാന്റെ റസൂലിന്റെ ബദ്ധവൈരിയായ അബൂജഹൽ വന്നു. ഏത് അബൂജഹലാണ്? 3 കൊല്ലത്തോളം ശഅബ് അബീ താലിബിൽ പച്ചിലകൾ മാത്രം ഭക്ഷണമാക്കി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ കഠിനമായ പരീക്ഷണങ്ങളുടെ തീഷ്ണമായ ഭൂവികയിലൂടെ കടന്നു പോകാൻ സാഹചര്യം ഒരുക്കിയ അബൂജഹൽ ഉത്ബത്തും ശൈബത്തും വലീദും ഇതിനാ കടന്നു വന്നത്. മുഹമ്മദെ, മക്കയിലാകെ വല്ലാത്ത ഒരു ദാരിദ്ര്യം. എന്തുകൊണ്ട് യമാമയിൽ നിന്ന് വരുന്ന ധാന്യമണികൾ സുലഭമായി യമാമക്കാരുടെ ആ നാട്ടിൽ നിന്ന് മക്കയിലേക്ക് ധാരാളമായി ഗോതമ്പും അരിയുമെല്ലാം വരുമായിരുന്നു. ഇപ്പോ ആ ഇമാമക്കാരുടെ നേതാവായ സുമാമത്ത് ബിൻ ഉസാൽ മുഹമ്മദേ നിന്റെ അനുയായിയായതിനു ശേഷം അദ്ദേഹം വന്നിട്ട് മക്കക്കാരായ ഞങ്ങളെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദിനെ പട്ടിണിക്കിട്ടവർ, മുഹമ്മദിന്റെ പ്രിയപ്പെട്ട മകളെ ക്രൂരമായി പീഡിപ്പിച്ചവർ, ക്രൂരമായ പീഡനങ്ങളുടെ മർദ്ദനങ്ങളുടെ താണ്ഡനങ്ങളുടെ എല്ലാ പ്രഹേളികകളും സൃഷ്ടിച്ച നിങ്ങൾക്ക് ഒരു ധാന്യമണി പോലും എന്റെ യമാമ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് തരില്ല എന്ന് ശപഥം ചെയ്തിട്ട് യമാമക്കാരുടെ നേതാവായ സുമാമത്ത് ബിൻ ഉസാൽ പോയിരിക്കുകയാണ് മുഹമ്മദ്. അതുകൊണ്ട് ഞങ്ങളുടെ മക്കൾ പട്ടിണിയുടെ വറുതിയിലാണ്. നാൽക്കാലികൾ പോലും ഭക്ഷണം ലഭിക്കാതെ ചത്തൊടുങ്ങുകയാണ് മുഹമ്മദ്. ഞങ്ങൾ ദാരിദ്ര്യത്തിലാണ് മുഹമ്മദ്. പട്ടിണിയോട് മല്ലിടുകയാണ് മുഹമ്മദ്. നമ്മളൊന്നാണ് മുഹമ്മദ്, കുടുംബക്കാരാണ് മുഹമ്മദ്. എപ്പോഴാണ് കുടുംബം തോന്നിയത്? 3 കൊല്ലം മുസ്തഫാനെ പട്ടിണിക്കിടുമ്പോൾ തോന്നാത്ത കുടുംബബന്ധം. ഹബീബിന്റെ അനുയായികൾ പട്ടിണി കിടന്ന് ചില സഹാബികൾ രോഗം പോലും പിടിപെട്ട് വഫാത്തായി പോയെന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ശഅബിലെ പരീക്ഷണത്തിന്റെ ആ തീഷ്ണമായ ഘട്ടം. അപ്പോഴാണ് അബൂജഹലിന് അല്പമൊന്ന് ഒരു 2-3 ദിവസം ആ വരവെന്ന് നിലച്ചപ്പോ നേരെ വരികയാണ്, മുഹമ്മദേ നമ്മളൊന്നല്ലേ മുഹമ്മദേ. അതുകൊണ്ട് ആ യമാമക്കാരുടെ നേതാവിനോട് ഒന്ന് പറയൂ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു സംഭവത്തിൽ നിന്ന് എന്റെ അമുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ പോസ്റ്റൻ പത്രത്തിലൂടെ മുഹമ്മദുർ റസൂലുള്ളാഹിനെ ബോംബ് സംസ്കാരത്തിന്റെ വക്താവായി ചിത്രീകരിക്കുന്ന സിയോണിസ്റ്റുകളുടെ ആ കുപ്രചരണങ്ങൾപ്പെട്ട് മുസ്തഫാനെ തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ, ISIS ഭീകരവാദികളുടെ കൊടും ഭീകര പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അതാണ് ഇസ്ലാമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ഇസ്ലാമുമായി ബന്ധമില്ലെന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ചരിത്രം നമ്മോട് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നയം വിശദീകരിക്കേണ്ടത് ISIS ഭീകരവാദികളല്ല, ഒരു താലിബാനല്ല, മറ്റേതെങ്കിലും ഗറില്ല ഗ്രൂപ്പുകളല്ല, മറിച്ച് ഇസ്ലാമിന്റെ നയം വിശദീകരിക്കേണ്ടത് ഇസ്ലാം മത പ്രബോധകനായ പ്രവാചകനായ മുഹമ്മദ് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം. ആ പ്രവാചകന്റെ ദൗത്യം കാരുണ്യത്തിന്റെ അമൃത് ലോകർക്ക് പകർന്നു കൊടുക്കാനാണ്. മുസ്ലിമിന് മാത്രമല്ല, അമുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ജൂതനും പാഴ്സിക്കും മതമുള്ളവനും മതമില്ലാത്തവനും സകലമാന ജീവജാലകങ്ങൾക്കും സസ്യലതാദികൾക്കും വൃക്ഷലതാദികൾക്കുമൊക്കെ കാരുണ്യത്തിന്റെ അമൃത് പകർന്നു കൊടുക്കാനായിട്ടാണ് നബിയെ നിശ്ചയിച്ചത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇസ്ലാമിന്റെ നയം വിശദീകരിക്കേണ്ടത്. ഇസ്ലാമിന്റെ നയം എന്താ? അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ യർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ആകാശലോകത്തിന്റെ അധിപനായ റബ്ബിന്റെ കാരുണ്യത്തിന്റെ അമൃത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലഭിക്കണോ? അള്ളാന്റെ കാരുണ്യം ലഭിക്കണോ? പോയി വാൾ എടുത്തിട്ട് കണ്ട ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കണ്ട അമുസ്ലിങ്ങളെയും ചുട്ടുകൊല്ലാനോ വെട്ടിക്കൊല്ലാനോ അവരുടെ വീടുകൾ ചുട്ടരിക്കാനോ അല്ല മുസ്തഫ ആഹ്വാനം ചെയ്തത്. യർഹമു മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യും. ഭൂമിയിൽ മനുഷ്യരാണ്, മനുഷ്യേതര ജീവജാലങ്ങളാണ്, സസ്യങ്ങളാണ്, വൃക്ഷലതാദികളാണ്.
മനുഷ്യരിൽ തന്നെ വിവിധ ആശയങ്ങളും ആദർശങ്ങളും ദർശനങ്ങളും ഉള്ളവരുണ്ട്. സംഘടനം നടത്തരുത്, പരസ്പരം ചെളിവാരി തേക്കരുത്. അക്രിം ജാറക വലൗ കാന കാഫിറ. അമുസ്ലിമാണെങ്കിൽ പോലും അവന്റെ അഭിമാനം പിച്ചു ചീന്തി അവനെ വിഷമിപ്പിക്കരുത്, ആദരിക്കണമെന്ന് പഠിപ്പിച്ച മുസ്തഫ. അതാണ് ഇസ്ലാമിന്റെ നയം. ആ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ടാണ് അബൂജഹല് പറയാണ്, മുഹമ്മദേ, മക്ക ആകെ വല്ലാത്ത വറുതിയിലാണ്, പട്ടിണിയിലാണ്. മുഹമ്മദേ, ഒന്നിടപെടണേ മുഹമ്മദ്. ആ സമയത്ത് അല്ലാഹു റസൂല്, ഇപ്പൊ പട്ടിണിയല്ലേ, 3 കൊല്ലത്തോളം ഞങ്ങളെ പട്ടിണി കിട്ടപ്പോ തോന്നാത്ത ഒരു കുടുംബബന്ധം, അങ്ങനെ വരട്ടടാ, ഇപ്പൊ ആരായി മുഹമ്മദ് എന്ന് പറഞ്ഞ് കോളറ പൊക്കെയല്ല ചെയ്തത്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലമ ഒരു കത്തെഴുതുകയാ. യമാമക്കാരുടെ നേതാവായ ഉസാമ, യമാമക്കാരുടെ നേതാവിന് കത്തെഴുതുകയാ. അല്ല, എന്റെ പ്രിയപ്പെട്ട അനുയായിയായ ഉസാമ, സുമാമ, നീ പ്രഖ്യാപിച്ച ഉപരോധം ദയവ് ചെയ്ത് ഒഴിവാക്കണേ സുമാമ. മക്കയെ പട്ടിണിയുടെ വറുതിയിലേക്ക് തള്ളിയിടല്ല. അവർ നമുക്കെതിരെ നിലകൊള്ളുന്ന ശത്രുക്കളാണെങ്കിലും ആ ശത്രുവിനോടും കരുണ കാണിക്കണമെന്ന അധ്യാപനമാണ് മുസ്തഫ. സുമാമയ്ക്ക് കത്തെഴുതുകയാണ്, സുമാമ, മക്കയെ പട്ടിണിയുടെ വറുതിയിലേക്ക് തള്ളിയിടല്ല. കഴിഞ്ഞ കാലത്ത് എങ്ങനെയാണോ യമാമയിൽ നിന്ന് ധാന്യങ്ങൾ സുലഭമായി മക്കയിലേക്ക് നിങ്ങൾ കൊടുത്തുവിട്ടത്, അതിനേക്കാൾ ഉപരി അവർക്ക് നീ കൊടുക്കണേ സുമാമ. മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ കത്ത് കിട്ടുമ്പോ ഉപരോധം പിൻവലിച്ച അനുയായിയാണ്. ജീവിച്ചിരുന്നപ്പോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കരുതലായിരുന്നു. എന്നാലോ വഫാത്തായ എല്ലാം പോയോ? പോയിട്ടില്ല. വഫാത്തായാലും മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ ഈ സമുദായത്തിന്റെ അവലംബമാണ്. ഈ സമുദായത്തിന് ഓടിച്ചെല്ലാൻ പറ്റുന്ന ഏറ്റവും വലിയ അഭയകേന്ദ്രമാണ്. ഈ സമുദായത്തിന് ഏറ്റവും വലിയ മുതൽക്കൂട്ട, ഈ സമുദായത്തിന്റെ കരുതല. മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ചാരെ ഒരു അഅറാബി വരികയാ. എന്തിന്റെ പേരിലാണ്? ഭൗതികമായി കുറെ കാലം ജീവിച്ച് തെറ്റുകുറ്റങ്ങളിലേക്ക് വഴുതി വീണ് അവസാനം പശ്ചാത്താപ വിവക്ഷനായി പൊട്ടിക്കരഞ്ഞ് എങ്ങലടിച്ച് മനസ്സ് വിറങ്ങലിച്ചുകൊണ്ട് മുസ്തഫയുടെ തിരുഹദറത്തിലേക്ക് വരികയാണ്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഹബീബിന്റെ ചാര വരികയാണ്. വന്നുകൊണ്ട് അഅറാബി പറയുകയാണ്, യാ റസൂലല്ലാഹ്, തെറ്റ് ചെയ്തു പോയവനാ, കുറ്റങ്ങളിലേക്ക് വഴുതി മാറിയവനാ. യാ റസൂലല്ലാഹ്, ഞാനൊരു ആയത്തോതി, വലൗ അന്നഹും ളലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. നബിയേ, ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത്, ആ ആയത്ത് എന്താണ്? ആരെങ്കിലും അവരുടെ സ്വന്തം ശരീരത്തോട് അപരാധം ചെയ്തു പോയവർ, അക്രമം പ്രവർത്തിച്ചവർ, തങ്ങളുടെ അടുക്കൽ വരണമെന്നാ. എന്നിട്ട് ഫസ്തഗ്ഫറുല്ലാഹ, തങ്ങളെ കരുതിക്കൊണ്ടവർ തങ്ങളുടെ അടുക്കലേക്ക് വന്ന് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചോ. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, റസൂലുള്ളാഹി അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. റസൂലുള്ളാഹിനെ കരുതി വന്ന ആളുകൾ
ലവജദുല്ലാഹ തവ്വാബുർ റഹീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹുവിനെ അവർ എത്തിക്കുന്നതാണ് തവ്വാബുർ റഹീമ. പാവം പുറത്തവരായിട്ട് അള്ളാഹുവിനെ അവർ എത്തിക്കുന്നതാണ് നബി. അപ്പോ തെറ്റ് ചെയ്തു പോയവർ പോകണം മദീനത്ത് റസൂലില്ലാഹ്. ഇത് ജീവിച്ചിരുന്നപ്പോഴും സഹാബികളുടെ അവലംബം, വഫാത്തായപ്പോഴും സഹാബികളുടെ അവലംബം. അങ്ങനെ ഹബീബിന്റെ മുമ്പിൽ വന്ന് ഏങ്ങലടിച്ച് വിഷണ്ണനായി വിഷമിച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അറാബിയായ മനുഷ്യൻ പറയുകയാണ്, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖായഅലുമഹു ഫതാബ മിൻ ദിബിഹിൻ نلقاه والعكم نفس الفداء لخبر نمد ساكنه فيه العفاف وفيه الجود والكرم أمد الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم وصاحبك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാര വന്നിട്ട് വിഷമിച്ചു പോയ ആ അറാബിയായ മനുഷ്യന് വളരെ വിങ്ങി പൊട്ടിത്തിരിഞ്ഞു പോകുമ്പോ മുഹമ്മദുൽ അത്തബി തങ്ങൾക്ക് ഹബീബ് മെസ്സേജ് നൽകുകയാണ്, ഓ തബീ, എന്റെ ഖബറിന്റെ ചാര വന്ന് വിറങ്ങലിച്ച് പൊട്ടിക്കരഞ്ഞു പോയ അറാബിക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകിയിരിക്കുന്നു. അവന്റെ പശ്ചാത്താപത്തെ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. സുവിശേഷമറിയിക്കൂ തബീ. ജീവിച്ചിരുന്നപ്പോഴും നമ്മുടെ കരുതലാണ്, വഫാത്തായാലും നമ്മുടെ കരുതലാണ്. തീർന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി കരുതി വെക്കുകയും ചെയ്തു. ആ ഭാഗം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരുതൽ എന്നാണ് നമ്മുടെ വിഷയം. എന്താണ് കരുതി വെച്ചത് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്താണ് കരുതി വെച്ചത്? ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്പെഷ്യൽ പ്രാർത്ഥന നൽകിയിട്ടുണ്ട്. ആ സ്പെഷ്യൽ പ്രാർത്ഥന ആപൽഘട്ടങ്ങൾ വരുമ്പോ, പ്രയാസദായകമായ രംഗങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സാഹചര്യം വരുമ്പോ ആ സമയത്ത് എടുത്ത് ഉപയോഗപ്പെടുത്താനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്പെഷ്യൽ പ്രാർത്ഥന നൽകി. ആ സ്പെഷ്യൽ പ്രാർത്ഥന എല്ലാ പ്രവാചകന്മാരും ആപൽഘട്ടങ്ങൾ വന്നപ്പോ ആ പ്രാർത്ഥനകൾ വിനിയോഗിച്ചു അവസരം അവർ ഉപയോഗപ്പെടുത്തി. എന്നാലോ അല്ലാഹുവിന്റെ റസൂൽ ആരാണെന്ന് പഠിക്കണം, ഹബീബ് ആരാണെന്ന് മനസ്സിലാക്കണം. ആപൽഘട്ടങ്ങൾ ഓരോന്നായി കടന്നു വന്നു. ഒന്നാമത്തെ ആപൽഘട്ടം എന്താ? ഹബീബിന്റെ പുന്നാര മകൾ സൈനബ ഒട്ടകക്കട്ടിൽ നിന്ന് ശത്രുക്കൾ തള്ളിയിട്ടിട്ട് ആ സൈനബ എന്ന പ്രിയപ്പെട്ട മകളുടെ ആ ഗർഭസ്ഥ ശിശു പോലും മരണപ്പെട്ട് രക്തത്തിൽ കുളിച്ച രംഗം പ്രവാചകൻ കണ്ടതാണ്. രണ്ടാമത്തെ ഘട്ടം എന്താണ്? അവിടുന്ന് പരീക്ഷണങ്ങളുടെ തീഷ്ണമായ ഭൂവികയിൽ 3 കൊല്ലത്തോളം പച്ചിലകൾ മാത്രം ഭക്ഷണമാക്കേണ്ടി വന്ന സാഹചര്യമാണ്. തീർന്നില്ല, അവിടുത്തെ പ്രിയപ്പെട്ട പ്രിയതമ ഖദീജയുടെ വേർപാടാണ്. അവിടുത്തെ പ്രിയപ്പെട്ട താങ്ങും തണലുമായ ഉപ്പായളാപ്പ, അവിടെ മൂത്താപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ വേർപാടാണ്. തീർന്നില്ല, അവിടുത്തെ പ്രിയപ്പെട്ട സഹാബിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി തല്ലിച്ചതച്ച രംഗങ്ങളാണ്. ബിലാൽ ഇബ്നു റബാഹിനെ തല്ലിച്ചതച്ച രംഗങ്ങളാണ്. മാത്രമല്ല, പ്രവാചക ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായി മാറിയ ബീബി സുമയ്യ
റളിയല്ലാഹു തആല അൻഹായുടെ രക്തസാക്ഷിത്വമാണ്. പ്രവാചകനെ വല്ലാതെ പിടിച്ചുലച്ച രംഗങ്ങൾ കടന്നു പോകുമ്പോഴാണ് ബദർ യുദ്ധത്തിന്റെ പോർവിളിയുമായി അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, വലീദ്, ഉമയ്യത്ത് ബിൻ ഖലഫ് ധീരമായി മുന്നോട്ട് കടന്നു വന്ന് ഈ സമയം മുഹമ്മദിനെയും അനുയായികളെയും ഇല്ലായ്മ ചെയ്യുമെന്ന ആ ദാർഢ്യത്തോടെ കടന്നു വരുന്നത്. ആ സമയത്ത് ഏറ്റവും വലിയ പരീക്ഷണമാണ്. 16 കൊല്ലം പട്ടിണി കടന്ന് വളരെ വിഷമിച്ചു പോയ സഹാബത്തുമായി മുഹമ്മദുർ റസൂലുള്ളാഹ് കഠിനമായ പരീക്ഷണം നേരിടുകയാണ്. ആ സമയവും റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ വലിയ ഒരു പരീക്ഷണ ഘട്ടമാണ്. തീർന്നില്ല. ഉഹദ് രണാങ്കളത്തിൽ പ്രവാചക പരശ്രേഷ്ഠരുടെ മുൻപല്ല് ഷഹീദായി. അവിടുന്ന് വളരെ വിഷമിച്ചു, അവിടുന്ന് വളരെ വേദനിച്ചു. ഒരമ്പ് വന്ന് പ്രവാചകരുടെ ശരീരത്ത് തറക്കുമ്പോ അവിടുന്ന് വല്ലാതെ ക്ഷീണിതനാവിടുന്ന് വല്ലാതെ തളർന്നു പോകുമ്പോ ഉയർന്ന ഒരു പ്രതലത്തിലേക്ക്, ഉഹദ് മലയുടെ ഉയർന്ന ഒരു പ്രതലത്തിലേക്ക് മുസ്തഫ 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 സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ കയറി നിൽക്കാൻ ശ്രമിക്കുമ്പോ ഹബീബ് തളരുകയാണ്. തൽഹ ചൊല്ലുകയാ, യാ റസൂലല്ലാഹ്, അഗ് തളരല്ലേ, നിങ്ങളുടെ അവലംബമേ താങ്ങിക്കൊടുക്കുകയാ, നബിയെ തളരല്ലേ. മുഹമ്മദുർ റസൂലുള്ളാഹ് പരീക്ഷണങ്ങളുടെ തീഷ്ണമായ ഭൂമികയിലൂടെ കടന്നു പോകുമ്പോ അവിടുത്തെ പുന്നാര മകൻ ഇബ്രാഹിം ഈ ലോകത്തോട് വിട പറയുകയാ. ഹബീബിനെ വല്ലാതെ വേദനിപ്പിച്ച രംഗമാ. അവിടുത്തെ കണ്ണിൽ നിന്ന് ബാഷ്പഗണങ്ങൾ ധാരധാരയായി ഒഴുകുമ്പോ പ്രിയതമ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, ഈ പിഞ്ചിളം പൈതലിന്റെ വേർപാടിൽ അങ്ങ് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു തങ്ങൾക്ക് നൽകിയ ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയുണ്ടല്ലോ നബിയേ. ആ സ്പെഷ്യൽ പ്രാർത്ഥനയെടുത്ത് ഈ സമയത്ത് ആ കുട്ടിയുടെ പുനർജന്മത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചൂടെ എന്ന് ആയിഷയെ കൊണ്ട് ചോദിപ്പിക്കുന്ന രീതിയിൽ ഹബീബിനെ വേദനിപ്പിച്ച വിഷമിപ്പിച്ച സംഭവം ഉണ്ടായപ്പോഴും റസൂല് പറയുകയാണ്, ഈ പ്രതിസന്ധികൾ ഓരോരോരോതായി എന്നിലൂടെ കടന്നു പോകുമ്പോഴും ആ സമയത്തിൽ കുല്ലു നബിയിൻ ദഅവത്തും മുസ്തജാബ ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവതഹു. എല്ലാ പ്രവാചകന്മാരും ആ സ്പെഷ്യൽ പ്രാർത്ഥന ഉപയോഗിച്ചു. മൂസ നബി ഉപയോഗിച്ചു, ഇബ്രാഹിം നബി ഉപയോഗിച്ചു. അവർക്കൊക്കെ ഉണ്ടായ നിസ്സാര വിഷയങ്ങളിൽ പോലും ആ പ്രാർത്ഥന ഉപയോഗിച്ചെങ്കിൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങളുടെ തീഷ്ണമായ ഭൂമികയിലൂടെ കടന്നു പോകുമ്പോ ആ പ്രാർത്ഥന വിനിയോഗിക്കാതെ വലഖദ് ഇഖ്തബഅതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി, എന്റെ ഉമ്മത്തിന് വേണ്ടി ആ പ്രാർത്ഥന മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, റസൂൽ നമുക്ക് വേണ്ടി കരുതി വെച്ചു ആ പ്രാർത്ഥന. ഏത് പ്രാർത്ഥനയെന്നറിയോ? നാളെ ഈ സമുദായത്തിന് ശഫാഅത്ത് ചെയ്യാൻ ഏത് സമുദായമാ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ അമരധ്വനി കേൾക്കുമ്പോ തിരിഞ്ഞു പോകുന്നത് ഈ ഹബീബിന്റെ സമുദായമാകുമോ? മദ്യഷാപ്പിൽ ചെന്നിട്ട് മദ്യം നൂറ്റി കുടിക്കുന്നവരുണ്ടോ? അവർക്ക് ഈ സമുദായത്തിന്റെ ഗണത്തിൽപ്പെടാൻ പറ്റുമോ? ഇസ്ലാമിക മൂല്യങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ടൈറ്റിൽ ഫർദയിട്ടുകൊണ്ട് ഹബീബിന് പൊരുത്തപ്പെടാത്ത, ഖദീജത്തുൽ കുബ്ര ഇഷ്ടപ്പെടാത്ത, ഫാത്തിമത്തുൽ സഹറ പൊരുത്തപ്പെടാത്ത തരത്തിലുള്ള ആ ഭൗതികതയുടെ ചാപല്യങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ട് ഭൗതികമായ ആ പളപളപ്പിൽ പ്രവിച്ചുപോയ പെങ്ങളെ
ഹബീബിന്റെ സംസ്കാരം വലിച്ചെറിഞ്ഞിട്ട് അന്യ ആണുങ്ങളെ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള വേഷവിധാനങ്ങൾ ധരിച്ചവർ ഹബീബിന്റെ സമുദായത്തിൽ പെടുമോ? ഇസ്ലാം വലിച്ചെറിഞ്ഞ് ഇന്നലെ കണ്ടവന്റെ പിന്നാലെ സ്വന്തം മാതാവിനെ പിതാവിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് പോകുമ്പോ പെങ്ങളെ സമുദായത്തിൽ നിന്ന് പുറത്തു പോയില്ലേ? ഹബീബിന്റെ ആ മഹബത്തിന്റെ ലോകത്ത് നിന്ന് എന്നേക്കുമായി നീ മാറിപ്പോയില്ലേ? അങ്ങനെയുള്ളവർക്ക് ഹബീബിന്റെ സമുദായത്തിൽ പെടാൻ പറ്റുമോ? ഈ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ഓരോന്നോരോന്നായി കടന്നു പോരുമ്പോഴും ഈ സമുദായത്തിന് വേണ്ടി കരുതി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലമ ആ സ്പെഷ്യൽ പ്രാർത്ഥന ശഫാഅത്ത് ചെയ്യാൻ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദർബാറിൽ ഹബീബ് കടന്നു വരികയാ. അമ്പിയാക്കൾ പകച്ചുപോയ രംഗങ്ങളാ, സകലമാന ആളുകളും പേടിച്ചു വറച്ചു പോയ രംഗങ്ങളാണ്. അവിടെയാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് അശ്വയിൽ കൊണ്ടുവന്നത് കാണാം. ലികുല്ലി നബിയ്യിൻ മനാബിറു മിൻ ദഹബ് വയബ്ഖാ മിൻബരി. എല്ലാ ഓരോ പ്രവാചകന്മാർക്കും സ്വർണ്ണത്താലുള്ള ഓരോ മെമ്പർ അല്ലാഹു നൽകി. ആ മെമ്പറുകളിൽ എല്ലാ പ്രവാചകന്മാരും പോയിരിക്കുമ്പോ വയബ്ഖാ മിൻബരി, എന്റെ മെമ്പർ അവിടെ അവശേഷിക്കുകയാണ്. എന്തിനാ? മുഹമ്മദ് റസൂലുള്ളാഹി ഈ സമുദായത്തിന് വേണ്ടി കരുതി വെച്ച പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എടുത്ത് ഉപയോഗിച്ച് നരകത്തിൽ ആപതിച്ചു പോയ ചില ആളുകളുണ്ട് തെറ്റ് ചെയ്തതിന്റെ പേരിൽ. ആ സമയത്തും ഹബീബിനെ പ്രണയിച്ചവരാണ്, ഹബീബുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചവരാണ്. പക്ഷേ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ പെട്ടുകൊണ്ട് അല്ലറ ചില്ലറ തെറ്റ് ചെയ്തു പോയവർ, ശിർക്ക് ചെയ്തവരല്ല. ഇസ്ലാം വലിച്ചെറിഞ്ഞ് കണ്ടവന്റെ പിന്നാലെ പോയി മതവും മാറ്റി വലിച്ചെറിഞ്ഞ് ഹബീബിനെ തള്ളിപ്പോയവർക്ക് അവസരം ഉണ്ടാവൂല. അങ്ങനെയില്ലാത്ത ആളുകൾക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കരുതി വെക്കുകയാണ് എന്ത്? ആ പ്രാർത്ഥന. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം നേരെ അല്ലാഹുവിന്റെ കോർട്ടിലേക്ക് വരികയാണ്. ആ ഭാഗം വിശാലമാണ്, ഒരുപാട് പറയാനുണ്ട്. അവസാനം ഞാൻ ചുരുക്കട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും പേടിച്ചു വറച്ചു പോയ നിമിഷത്തില് അനുയായികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടമോടുന്ന സാഹചര്യത്തില് ഉമ്മത്തിയ ഉമ്മത്തിയ ഖൗമിയ, എന്റെ സമുദായം എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടെ നിലകൊള്ളുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ കോർട്ടിൽ വരികയാ. അല്ലാഹുവേ, എന്റെ സമുദായത്തിലൊരു വിഭാഗം ഇപ്പോഴും നരകത്തിലാണ്, അവരെ കൂടി രക്ഷപ്പെടുത്തും. അവസാനം അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചു. കുറെ ആളുകളെ സ്വർഗത്തിലേക്ക് അടുത്തു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിലായി. നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുകയാണ് ആ പ്രാർത്ഥന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും സുജൂദ് ചെന്നു. അപ്പോഴും പറഞ്ഞു ഇർഫഅ റഅസക യാ മുഹമ്മദ്, തല ഉയർത്തു മുഹമ്മദ് നബി, ഇഷ്ടമുള്ള ചോദിച്ചു. അപ്പോഴും സ്വർഗത്തിലാക്കി ഒരു വിഭാഗമാണ്. വീണ്ടും ലാസ്റ്റ് നെക്സ്റ്റ് ഒരു വിഭാഗം അപ്പോഴും നരകത്തിലാണ്. അപ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് അള്ളാഹു പറയുന്നത്, നബിയെ, ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും നരകത്തിലാണ്, പക്ഷേ അവര് സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താണെന്നറിയോ? മാതാപിതാക്കളുടെ കുരുത്തക്കേട് വാങ്ങിയിട്ട് മരിച്ചുപോയവരാണ്. അതുകൊണ്ട് ആ മാതാപിതാക്കളുടെ പൊരുത്തം ഒരു ഡിമാൻഡാണ് നബിയേ. അപ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് നരകത്തിൽ കടന്ന് വേദനിക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട അനുയായികളുടെ ദീനരോധനം കണ്ടുകൊണ്ട് മനസ്സ് വല്ലാതെ വേദനിച്ചു പോയ പ്രവാചക പരിശ്രേഷ്ഠർ അള്ളാഹുവിന്റെ തിരുസമക്ഷത്തിൽ നിന്ന് മാതാപിതാക്കൾ കടക്കുന്ന സ്വർഗീയ ഉദ്യാനത്തിലേക്ക് ചെന്നിട്ട് ആ മാതാപിതാക്കളോട് പറയുകയാണ്, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തിയ, ആറ്റുനോറ്റ് വളർത്തിയ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ നരകത്തിന്റെ അഗാധ ഗർത്തത്തിൽ കടന്ന് ഭീതിജനകമായ രംഗങ്ങൾ വളരെ വിഷമത്തോടെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ പൊരുത്തം അനിവാര്യമാണ്. ആ സമയത്ത് എന്റെ ചെറുപ്പക്കാരാ, എന്റെ ഉമ്മമാരെ, ഉപ്പമാരെ, ഹബീബ് മുഹമ്മദ് റസൂൽ ആരാണെന്ന് നാം ചിന്തിക്കണം.
ആ സമയത്ത് സ്വർഗത്തിൽ കിടക്കുന്ന ഉമ്മായും ഉപ്പായും പറയാ, മുഹമ്മദ് നബിയെ ഒരു കാരണവശാലും അവന് പൊരുത്തപ്പെട്ടു കൊടുക്കൂല. ഏത് ഉമ്മയും വാപ്പയുവാ? ദുനിയാവിൽ എന്റെ പൊന്നുമോനെ പൊന്നുമോളെ എന്ന് പറഞ്ഞ് ആറ്റുനോറ്റ് കഷ്ടപ്പെട്ട് വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും നിമിഷ നേരം ഒരു നേരത്തെ വിഷമം തട്ടിയതിന്റെ പേരിൽ ആ മക്കൾ നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ട് അവസാനം സ്വർഗത്തിന്റെ ഉന്നതമായ ഉദ്യാനങ്ങളിൽ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ നരകത്തിന്റെ അഗാധകർത്തത്തിൽ കടന്ന് വെന്തുരുകുന്ന പ്രിയപ്പെട്ട മക്കളുടെ ദീനരോധനങ്ങൾ മുസ്തഫ തങ്ങൾ അവരുടെ മുമ്പിൽ ചെന്ന് അവതരിപ്പിക്കുമ്പോ ആ മാതാപിതാക്കളുടെ ഭാഷ്യം മാറിയ ദുനിയാവിലെ സ്നേഹം മാറി. ആഖിറത്തിൽ ചെല്ലുമ്പോ അവനെ സ്വർഗത്തിൽ കടത്താൻ പറ്റൂല നബിയെ. അല്പസ്വല്പം സാമ്പത്തിക അഭിവൃദ്ധി വന്നപ്പോ, വിദ്യാഭ്യാസം വന്നപ്പോ അവന്റെ കൾച്ചറുമായി എന്റെ സംസ്കാരം സമരസപ്പെട്ടു പോകുന്നില്ല എന്ന് കണ്ടപ്പോ ആട്ടി ഇറക്കിയവനാണ് എന്റെ വീട്ടിൽ നിന്ന്, കാർക്കിച്ച് തുപ്പിയവനാണ്. അവന് മാപ്പ് ചെയ്തു കൊടുക്കില്ല. അവസാനം ഹബീബ് കഥന ഭാരത്തോടെ നേരെ അള്ളാഹുവിന്റെ തിരുസമക്ഷം വന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അള്ളാഹുവേ നിന്റെ ഉമ്മത്തുകളെ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടെങ്കിലും എന്റെ അനുയായികളെ, അള്ളാഹുവേ നിന്റെ അടിമകളായ എന്റെ ഉമ്മത്തുകളെ, എന്റെ അനുയായികളെ എനിക്ക് വേണം. അവരെ കൂടി സ്വർഗത്തിൽ കടത്തിയിട്ടേ എനിക്ക് അടങ്ങി നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലയ്ക്ക് അവിടുത്തെ മാനസികമായ ഒരു അവസ്ഥ, അതുകൊണ്ടാണ് സഹാബികൾ പറഞ്ഞത്, ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള അഹ്ലു ബൈത്തിലെ പ്രധാനികളായ മഹാന്മാര് പറഞ്ഞത് കാണാം, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണാവസരം, സന്തോഷകരമായ ഒരു സുദിനം സൂറത്തുൽ ളുഹാ അവതരിച്ച ദിവസമാണ്. എന്തുകൊണ്ട്? ആ സൂറത്തുൽ ളുഹയിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വല സൗഫ യുഅതീക റബ്ബുക ഫതർലാ. നബിയേ ശേഷം തരുന്നത് കൊണ്ട് തങ്ങളങ്ങ് സംതൃപ്തനാകും, സംപ്രീതനാകും നബി. ആ നിലയ്ക്ക് അങ്ങ് തങ്ങൾക്ക് തരും. അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏതായാലും അതാണ് ഒരു കവി പറഞ്ഞത്, ഖറൈനാ ഫിൽ ളുഹാ വലസൗഫ തർലാ വസറാ ഖുലൂബനാ ദാകൽ അതാഉ യാ റസൂലല്ലാഹ്. നബിയേ ളുഹാ സൂറത്ത് ഞങ്ങൾ ഓതി, തങ്ങൾക്ക് അങ്ങ് അള്ളാഹു തരുമെന്ന് പറഞ്ഞതിനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ കൽബകങ്ങളെ വളരെ കോരിത്തെറിപ്പിച്ച് സന്തോഷദായകമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. വഹാശാ യാ റസൂലല്ലാഹി തർലാ വഫീനാ മൻ യുഅദ്ദബു ഔ യുസാഉ. ഞങ്ങളെ ശിക്ഷിക്കുന്ന നബിയെ അങ്ങക്ക് സന്തോഷാവൂലല്ലോ, ഞങ്ങൾ പോയി നരകത്തിൽ കിടക്കുന്നത് അങ്ങ് ഇഷ്ടപ്പെടൂലല്ലോ. അതുകൊണ്ട് നരകത്തിൽ കിടക്കുന്നത് അങ്ങ് ഇഷ്ടപ്പെടൂല എങ്കിൽ ഞങ്ങളെ രക്ഷപ്പെടുത്താനായിരിക്കുമല്ലോ അങ്ങ് ശ്രമിക്കുക. അതുകൊണ്ട് ഈ ആയത്ത് ഞങ്ങളെ സന്തോഷിപ്പിക്കുകയാണ് റസൂലേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കുള്ള ആകെ പ്രതീക്ഷ മുഹമ്മദുർ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു കൊടുത്ത വാക്ക് പാലിക്കണം. കാരണം ഈ ഉമ്മത്ത് നരകത്തിൽ കിടക്കുമ്പോ ഹബീബിനെ സന്തോഷിപ്പിച്ചു എന്ന് പറയാൻ പറ്റൂല, ഹബീബിന് അത് ദുഃഖം തന്നെയാണ്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകം കാക്കുന്ന മലക്ക് മാലിക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, മാലിക്, ആ നരകത്തിൽ കിടക്കുന്ന മക്കളുടെ ഭീതിജനകമായ രംഗങ്ങൾ സ്വർഗത്തിൽ കിടക്കുന്ന മക്കൾക്ക്, സ്വർഗത്തിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് നീ ഒന്ന് കാണിച്ചു കൊടുക്കണം ലൈവായിട്ട്. അപ്പോഴാണ് നരകത്തിന്റെ ഭീതിജനകമായ രംഗങ്ങൾ, ഈ ഭാഗമൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. ആ ഭീതിജനകമായ രംഗങ്ങൾ നരകത്തിൽ കിടന്ന മക്കൾ വളരെയധികം അദാബിലായി, ശിക്ഷയിലായി കിടക്കുന്ന രംഗങ്ങൾ സ്വർഗത്തിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് ലൈവായി കാണിച്ചു കൊടുക്കുന്ന എന്തിനാ? അങ്ങനെയെങ്കിലും മാതാപിതാക്കളുടെ മനസ്സൊന്ന് അലിഞ്ഞ് ഈ ഹബീബിനെ ഒന്ന് സന്തോഷിപ്പിക്കും. അതാണ് അള്ളാഹുള്ള ആകെ ലക്ഷ്യം. അവസാനം മാലിക് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുമ്പോ ആ രംഗം കാണുമ്പോ മാതാപിതാക്കളുടെ മനസ്സലിഞ്ഞു. മുഹമ്മദ് നബിയെ പൊരുത്തപ്പെട്ടു കൊടുക്കാം. അതല്ലേ അന്തൗമുന്നമ്മബോ മാറൈനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബിയാ الصلاة على النبي. ഹബീബിന്റെ സ്നേഹം ഉമ്മയെക്കാളും അപ്പുറമാണ്.
വാപ്പയെക്കാളും അപ്പുറമാണ് നമുക്ക് വേണ്ടി ജീവിച്ചു പോയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി കരുതിയതാണ് ഈ പ്രാർത്ഥന. എന്തൊരു പ്രാർത്ഥനയാണ്! ഈ സമുദായത്തിന് ശഫാഅത്ത് ലഭിക്കാൻ ശുപാർശ ചെയ്ത് അല്ലാഹുവിൽ നിന്ന് ഈ സമുദായത്തിന് രക്ഷയുടെ മോക്ഷത്തിന്റെ മാർഗം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി കരുതി മുഹമ്മദുർ റസൂൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ശഫാഅത്ത് ലഭിക്കാൻ അർഹതയുള്ളവരാരാണ്? അത് ഹബീബ് തന്നെ പറയട്ടെ, ആരാണ് ഈ ശഫാഅത്ത് ലഭിക്കാൻ അർഹതയുള്ളവർ? അതുകൂടി പറഞ്ഞ് കറക്റ്റ് 9:10 ദുആ അടക്കം നമുക്ക് തീരണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരാണ് ഈ ശഫാഅത്ത് ലഭിക്കാൻ അർഹതയുള്ളവർ? ഔലന്നാസി ബി യൗമൽ ഖിയാമ, ഞാനുമായി ഏറ്റവും ബന്ധപ്പെട്ടവർ. ഈ ഹദീസിനെ ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് വിശദീകരിക്കുന്നത് കാണാം. അഹഖുഹും ബിശഫാഅതി, ഔലന്നാസിബി, ഞാനുമായി ബന്ധപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അഹഖുഹും ബിശഫാഅതി, എന്റെ ശഫാഅത്ത് കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടവർ. അപ്പൊ ശഫാഅത്ത് കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടവർ ആരാണ്? അക്സറുഹും അലയ്യ സ്വലാത്തൻ, എന്റെ പേരിൽ ധാരാളം സ്വലാത്ത്